മുഖ്തസർ 181 അൽ ഫസ്ലു വൽ വസ്ല് 6 പേജ് 239 240. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المصاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المهدزين قصبات السبق في مضمار الفصاحة والبراعة. നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് ജുംലന്റെ ഇടയിലുള്ള കമാലുൽ ഇൻഖിതാഅ്, അത് രണ്ട് ജുംല ഫലിഖ്തിലാഫിഹിമ ഖബറൻ വ ഇൻഷാഅൻ ലഫ്ളൻ വ മഅനൻ എന്നാണ്. രണ്ട് ജുംല ഖബറാലും ഇൻഷാആലും ലഫ്ളിലും മഅനയിലും എതിരാവുക. മത്തനിൽ നിന്ന് 4 സൂറത്ത് മനസ്സിലാക്കാം. പക്ഷേ ഷാരിഹ് 2 സൂറത്തുമ്മൽ ചുരുക്കി. ഷാരിഹ് 2 സൂറത്തിന്റെ മേൽ ചുരുക്കാനുള്ള കാരണം ആ 2 സൂറത്തെ ആ 2 സൂറത്തെ അധികം ഇസ്തിമാലുള്ളൂ എന്നതുകൊണ്ടാവാം. ഇവിടെ ദസൂഖിയിൽ പറഞ്ഞിട്ടുണ്ട് വ്യാന്തക്കൂന യഹിദാഹുമാന്ന് പറഞ്ഞോട്ട് കസറശാരിഹു കലാമൽ മുസന്നിഫി അലാ സൂറത്തൈനി. ഷാരിഹി ചുരുക്കി മുസന്നിഫിന്റെ കലാമിനെ 2 സൂറത്തിന്റെ മേൽ. ദസൂഖി 3:26 കാണാം. വഹുമ 2 സൂറത്ത് മാ ഇദാ കാനത്തിൽ ഊല, ഒന്നാമത്തതായി ഖബരിയത്തൻ ലഫ്ളൻ വ മഅനൻ, ലഫ്ളിലും മഅനയിലും ഖബരിയത്തായി, വസാനിയത്തു ഇൻഷാഇയ്യത്തൻ ലഫ്ളൻ വ മഅനൻ, രണ്ടാമത്തത് ലഫ്ളിലും മഅനയിലും ഇൻഷാഇയാകുക. വബിൽ അക്സി, അതിന്റെ അക്സ് എന്താണ്? അക്സ് ഒന്നാമത്തത് ലഫ്ളിലും മഅനയിലും ഇൻഷാഇയ്യത്ത്, രണ്ടാമത്തത് ലഫ്ളിലും മഅനയിലും ഖബരിയത്ത്. ഈ 2 സൂറത്തെ പറഞ്ഞിട്ടുള്ളൂ. ഇനി 2 സൂറത്തും കൂടി അവിടെ മനസ്സിലാക്കാം. അതെന്താണ്? അതായത് മൂന്നാമത്തെ സൂറത്ത് ഒന്നാമത്തത് ലഫ്ളിൽ ഖബരിയത്തും മഅനയിൽ ഇൻഷാഇയ്യത്തും, രണ്ടാമത്തത് ലഫ്ളിൽ ഇൻഷാഇയ്യത്തും മഅനയിൽ ഖബരിയത്തും. അപ്പോഴും എന്ത് സാധിക്കാവും? 2 ജുംലയും തമ്മിൽ ലഫ്ലാലും മഅനയാലും ലഫ്ളിലും മഅനയിലും ഖബറാലും ഇൻഷാആലും എതിരായി എന്ന് പറയാം. അങ്ങനൊരു സൂറത്ത് അവിടെ കിട്ടും. പിന്നെ മറ്റൊരു സൂറത്ത് ഈ ഇപ്പോൾ പറഞ്ഞതിന്റെ അക്സ്. അതായത് ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഒന്നാമത്തത് ലഫ്ളിൽ ഖബരിയത്ത് മഅനയിൽ ഇൻഷാഇയ്യത്ത് എന്നാണല്ലോ. രണ്ടാമത്തത് ലഫ്ളിൽ ഇൻഷാഇയ്യത്തും മഅനയിൽ ഖബരിയത്തും. അതിന്റെ അക്സ് എന്താ? ഒന്നാമത്തത് ലഫ്ളിൽ ഇൻഷാഇയ്യത്ത് മഅനയിൽ ഖബരിയത്ത്, രണ്ടാമത്തത് ലഫ്ളിൽ ഖബരിയത്ത് മഅനയിൽ ഇൻഷാഇയ്യത്ത്. ഇങ്ങനെ 4 സൂറത്ത് അവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോ കമാലുൽ ഇൻഖിതാഅ് ഫലിഖ്തിലാഫിഹിമാ ഖബറൻ വ ഇൻഷാഅൻ ലഫ്ളൻ വ മഅനൻ എന്ന് പറഞ്ഞതിൽ നിന്ന് 4 സൂറത്ത് ആ കലാമിന്റെ മദ്ലൂലിൽ നിന്ന് അറിയപ്പെടും. 2 സൂറത്തെ ഷാരിഹി വിവരിച്ചിട്ടുള്ളൂ. മറ്റേ 2 സൂറത്ത് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പറയുന്നത്, ഇനി ഓതാനുള്ളതാണ് തുടങ്ങുന്നത്. ഔലിഖ്തിലാഫിഹിമാ, അല്ലെങ്കിൽ 2 ജുംലയും തമ്മിൽ എതിരായതിനു വേണ്ടി ഖബറൻ വ ഇൻഷാഅൻ മഅനൻ ഫഖത്ത്, ഖബറാലും ഇൻഷാആലും എതിരായി മഅനൻ ഫഖത്ത്, മഅനയിൽ മാത്രം. മഅനയിൽ മാത്രം എന്തായി? എതിരായി. അവിടെ എന്താണ്? ബി അൻ തകൂന ഇഹ്ദാഹുമാ ഖബറൻ,
രണ്ടാലൊന്ന് ഖബറാകുക മഅനൻ മഅനയിൽ ഖബറാവുക, വല്ലുഖ്റ മറ്റേത് ഇൻഷാഅൻ മഅനൻ മഅനയിൽ ഇൻഷാ ആവുക. അപ്പോൾ ഔലിഖ്തിലാഫിഹിമ ഖബറൻ വ ഇൻഷാഅൻ മഅനന്ന. നേരത്തെ പറഞ്ഞു ലഫ്ദിലും മഅനയിലും ഖബറാലും ഇൻഷാആലും എതിരാവുക എന്ന. അപ്പോ ലഫ്ദിലും മഅനയിലും ഖബറാലും ഇൻഷാആലും എതിരാവുക എന്നാണ് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ലഫ്ദിൽ എതിരാവണമെന്നില്ല, മഅനയിൽ മാത്രം എതിരാവുക. ഇവിടെയും 4 സൂറത്ത് മനസ്സിലാക്കാം. പറയട്ടെ. അപ്പോൾ ഔലി ഇഖ്തിലാഫിഹിമ, അല്ലെങ്കിൽ 2 ജുംല തമ്മിൽ എതിരായതിനു വേണ്ടിയിട്ടാണ് ഖബറൻ വ ഇൻഷാഅൻ മഅനൻ ഫഖത്ത്. മഅനയിൽ ഖബറാലും ഇൻഷാആലും എതിരാവുക, ഫഖത്ത് മഅനയിൽ മാത്രം. അവിടെ ലഫ്ദിൽ എതിരാവാം, എതിരാവാതിരിക്കാം. അതിങ്ങനെ ബി അൻ തകൂന യഹ്ദാഹുമാ, രണ്ടിൽ ഒന്നാവുക, ഖബറൻ ഖബറാകുക, മഅനൻ മഅനയിൽ, വൽ ഉഖ്റ മറ്റേത് ഇൻഷാഅൻ ഇൻഷാ ആവുക, മഅനൻ മഅനയിൽ. വഇൻ കാനത്താ 2 ജുംല ആയാലും ശരി, ഖബരിയത്തൈനി ഔ ഇൻഷാഇയ്യത്തൈനി ലഫ്ളാ, ലഫ്ളിൽ രണ്ടും ഖബരിയത്താവട്ടെ ഇൻഷാഇയ്യത്താവട്ടെ. ഇവിടെ 4 സൂറത്ത് ഇവിടെയും നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ശാരിഹ് 4 സൂറത്തും വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഈ ഇബാറത്തിൽ നിന്ന്. അതായത് ഈ 4 സൂറത്ത് എങ്ങനെയാണ്? ഒന്നാമത്തത് മഅനയിൽ ഖബരിയത്ത്, രണ്ടാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്ത്. ഒന്നാമത്തത് മഅനയിൽ ഖബരിയത്ത്, രണ്ടാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്ത്. അപ്പോൾ മഅനയിൽ എതിരായി. ഈ സൂറത്തിൽ 2 ജുംലയും ഖബരിയത്താവാം, അപ്പോൾ ഒരു സൂറത്തായി. ഇതേ സൂറത്തിൽ തന്നെ 2 ജുംലയും ഇൻഷാഇയ്യത്തും ആവാം. മനസ്സിലായില്ലേ? ഒന്നാമത്തെ ജുംല ഖബരിയത്തും മഅനയിൽ ഖബരിയത്തും, രണ്ടാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്തും ആകുമ്പോൾ 2 ജുംലയും ലഫ്ളിൽ ഖബരിയത്താവാം, അല്ലെങ്കിൽ ലഫ്ളിൽ ഇൻഷാഇയ്യത്താവാം. അപ്പോൾ 2 സൂറത്ത് അവിടെ മനസ്സിലായി. ഇനി ഈ ഒന്നാമത്തെ സൂറത്തിൽ നിന്ന് 2 സൂറത്ത് കിട്ടും. അങ്ങനെയാണല്ലോ. ഒന്നാമത്തത് മഅനയിൽ ഖബരിയത്ത്, രണ്ടാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്ത്. അപ്പോ മഅനയിൽ എതിരായി. അവിടെ തന്നെ 2 സൂറത്തുണ്ട്. ഇതോടൊപ്പം 2ഉം ലഫ്ളിൽ ഖബരിയാകുന്നൊരു സൂറത്തും 2ഉം ലഫ്ളിൽ ഇൻഷാഇയ്യത്താകുന്ന സൂറത്തും. ഇനി മറ്റൊരു സൂറത്ത്. അപ്പോൾ 2 സൂറത്ത് അവിടെ കിട്ടി. ഇനി മറ്റൊരു സൂറത്ത്. ഒന്നാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്ത്, രണ്ടാമത്തത് മഅനയിൽ ഖബരിയത്ത്. ഇവിടെയും 2 സൂറത്ത് കിട്ടും. ഒന്നാമത്തത് മഅനയിൽ ഇൻഷാഇയ്യത്തും രണ്ടാമത്തത് മഅനയിൽ ഖബരിയത്തും ആകുമ്പോൾ ലഫ്ളിൽ 2ഉം ഖബരിയത്താവാം, അല്ലെങ്കിൽ ഇൻഷാഇയ്യത്തും ആവാം. അങ്ങനെ 4 സൂറത്ത് ഇവിടെയും കിട്ടും. അപ്പോൾ കമാലുൽ ഇൻഖിത്താഇല് എന്തുണ്ട്? 8 സൂറത്ത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നഹ്വു മാത ഫുലാനുൻ റഹിമഹുല്ലാഹ്, ഫുലാൻ മൗത്തായി. ഇത് ഇഖ്ബാരിയായ ജുംലയാണ്. റഹിമഹുല്ലാഹു, അല്ലാഹു തആല ആ ഫുലാനിന് റഹ്മത്ത് ചെയ്യട്ടെ. അവിടെ അല്ലാഹുമ്മ റിഹംഹു എന്നാണ് അതിന്റെ മഅന. മാത ഫുലാനുൻ എന്നുള്ളത് ഖബരിയത്തും റഹിമഹുല്ലാഹു എന്നുള്ളത് ഇൻഷാഇയ്യത്തും ആണ്. അല്ലേ? മഅനയിൽ 1 മഅനയിൽ ഖബരിയത്തും 2 മഅനയിൽ ഇൻഷാഇയ്യത്തുമാണ്. ഇവിടെ നോക്ക്, ഫലം യുഅത്തഫ് റഹിമഹുല്ലാഹു, റഹിമഹുല്ലാഹു എന്നതിനെ അത്ഫ് ചെയ്യപ്പെട്ടിട്ടില്ല. അല മാത്ത, മാത്ത എന്നതിന്റെ മേൽ അത്ഫ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ അത്ഫ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം.
കാരണം ലി അന്നഹു ഈ റഹിമഹുല്ലാഹു എന്നുള്ളത് ഇൻഷാ ഉൻ മഅനൻ, അത് മഅനയിൽ ഇൻഷാ ആണ്. മാത്ത എന്നുള്ളത് ഖബറുൻ മഅനൻ, മഅനയിൽ ഖബറാണ്. അപ്പോൾ മഅനയിൽ വ്യത്യാസമായി, അതുകൊണ്ട് അത്ഫ് ചെയ്യപ്പെട്ടിട്ടില്ല. വഇൻ കാനത്ത ജമീഅൻ ഖബരിയത്തൈനി ലഫ്ളൻ, അത് രണ്ടും തന്നെ ലഫ്ളുൽ ഖബരിയത്താണെങ്കിലും ശരി. ലഫ്ളുൽ ഖബരിയത്താണ് രണ്ടും. മാത്ത ഫുലാനും ഒരു ഫീലും ഫായിലും ഉണ്ട്, റഹിമഹുല്ല ഫീലും ഫായിലും മഫ്ഊലുമുണ്ട്. രണ്ടും ലഫ്ളുൽ ഖബരിയത്താണ്. ഇതൊരു സൂറത്താണ്. 4 സൂറത്ത് ഇവിടെയും ഈ പറഞ്ഞോടത്തും മനസ്സിലാക്കാം. പിന്നെ ഔലി ഇഖ്തിലാഫിഹിമ എന്നുള്ളത് അത് എന്താണ്, മുമ്പ് പറഞ്ഞോടത്ത് കത്ഫാണ്. മുമ്പ് പറഞ്ഞല്ലോ ഫലിഖ്തിലാഫിഹിമ ഖബറൻ വ ഇൻഷാഅൻ, അങ്ങോട്ട് അത്ഫാണ് എന്ത് ഔലി ഇഖ്തിലാഫിഹിമ എന്നുള്ളത്. ഇനി ഔലി അന്നഹു, അല്ലെങ്കിൽ കാര്യം ആയതിനു വേണ്ടി, അത്ഫുൻ അല ലിഖ്തിലാഫിഹിമ, ലിഖ്തിലാഫിഹിമ എന്നതിന്റെ മേൽ അത്ഫാണ്. വല്ലമീറു ലിശൈരി, അതാണ് അല്ലെങ്കിൽ കാര്യം ആകുന്നത്. ലാ ജാമിയ ബൈനഹുമ, രണ്ട് ജുംലക്കടയിൽ ജാമി ഇല്ല എന്നതിന് വേണ്ടി. ഔലി അന്നഹു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാര്യം ആകുന്നത്. ലാ ജാമിയ ബൈനഹുമ, രണ്ട് ജുംലിന്റെ ഇടയിലും ജാമി ഇല്ല എന്നതിന് വേണ്ടി. അത്ഫുൻ അല ലിഖ്തിലാഫിഹിമാന, ലിഖ്തിലാഫിഹിമ എന്നതിന്റെ മേൽ അത്ഫാണ്. അപ്പോൾ ഫലിഖ്തിലാഫിഹിമ എന്ന് പറഞ്ഞ ലിഖ്തിലാഫിഹിമ അത്രല്ലേ ഉള്ളൂ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അത്ഫുൻ മത്തലിൽ പറഞ്ഞ ആദ്യത്തെ ലിഖ്തിലാഫിഹിമയാണ്. ഫലിഖ്തിലാഫിഹിമ ഖബറൻ വ ഇൻഷാ ലഫ്ളൻ വ മഅനൻ, അങ്ങോട്ട് അത്ഫ. പിന്നെ രണ്ടിന്റെ ഇടയിൽ ജാമിയില്ല, അതായത് ലഫ്ളുലും മഅനയിലും ഇത്തിഫാക്കാണ്. ലഫ്ളുലും മഅനയിലും എന്താണ് ഇത്തിഫാക്കാണ്, എന്തില്ല, ഇഖ്തിലാഫില്ല. പക്ഷേ രണ്ട് ജുംലന്റെ ഇടയിൽ ജാമി ഇല്ല. അതാണ് അന്നഹു ലാ ജാമിയ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിൽ എന്തില്ല, ജാമി ഇല്ലാത്തതിന് വേണ്ടി. അതായത് ഖബരിയത്തിലും ഇൻഷാഇയത്തിലും ഇത്തിഫാക്കുണ്ട്, പക്ഷേ ജാമി ഇല്ല എന്നർത്ഥം. ഇഖ്തിലാഫായതിന്റെ 8 സൂറത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു സൂറത്ത് അവിടെ ഇല്ല. അപ്പൊ പിന്നെ കമാലിൽ ഇങ്കിത്താ ഉണ്ടാകുന്നത് രണ്ട് ജുംലയും തമ്മിൽ ലഫ്ളിലും മഅനയിലൊന്നും എതിരില്ല. ഇൻഷായിലും ഖബരിയത്തിലും ഇൻഷാഇയത്തിലും ഖബരിയത്തിലും എതിരില്ല. പക്ഷേ രണ്ട് ജുംലന്റെ ഇടയിൽ ജാമി ഇല്ല. കമാ സൈത്തി പിറകെ വരും പോലെ. എന്ത് ബയാനുൽ ജാമി, ജാമിഇന്റെ ബയാൻ പിറകെ വരും പോലെ. ഫലാ യസിഹുൽ അത്ഫു ഫീ മിസ്ലി സൈദുൻ തവീലുൻ വ അംറുൻ നായിമുൻ. സൈദുൻ തവീലുൻ വ അംറുൻ നായിമുൻ പോലത്തെ അത്ഫ് സഹിയാവൂല. കാരണം തവീല് നായിമും മുസനദിന്റെ ഇടയിൽ ഇവിടെ ജാമി ഇല്ല. അതിനെപ്പറ്റി ഇനി പറയുന്നുണ്ട്. അവിടെ ജാമി ഇല്ലാത്തതുകൊണ്ട് അത്ഫ് പറ്റൂല എന്ന് പറയാൻ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അവിടെ വിവരിക്കാം. അത് കുറച്ച് തഫ്സീലുള്ള വിഷയമാണ്. ഇനി അമ്മാ കമാലുൽ ഇത്തിസാലി, അപ്പോൾ കമാലുൽ ഇത്തിസാല് ബൈനൽ ജുംലത്തൈനി, രണ്ട് ജുംലന്റെ ഇടയിലുള്ള കമാലുൽ ഇത്തിസാല്
ഫലി കൗരി സാനിയത്തി രണ്ടാമത്തത് ആയതിനു വേണ്ടിയാണ് മുഅക്കിദത്തല്ലിൽ ഊല ഒന്നാമത്തതിനെ തഅക്കീദ് ചെയ്യുന്നത് ആയതിനു വേണ്ടിയിട്ടാ തഅക്കീദൻ മഅനവിയൻ മഅനവിയായ തഅക്കീദ് ചെയ്യൽ തഅക്കീദ് ചെയ്യുന്നത് ആയതിനു വേണ്ടി അതായത് മഅനവിയായ തഅക്കീദ് എന്ന് പറഞ്ഞാൽ ഇവിടെ ദസൂഖി പിന്നെ 3:31 പറയുന്നു ബി അൻ യഖ്തലിഫ മഫ്ഹൂമുഹുമാ രണ്ട് ജുംലന്റെ ഈ മഫ്ഹൂമ വ്യത്യാസമാവുക പക്ഷേ പിന്നെ തഅക്കീദ് എങ്ങനെയായി രണ്ട് ജുംലന്റെ മഫ്ഹൂമ വ്യത്യാസമായാൽ ഒന്നാമത്തെ ജുംലയുടെ മഅന സ്ഥിരപ്പെടലിനാൽ രണ്ടാമത്തെ ജുംലന്റെ മഅന അവിടെ സ്ഥിരപ്പെട്ടു കഴിയും ലാക്കി യൽസമു മിൻ തഖർറുരി മഅന ഇഹ്ദാഹുമാ തഖർറുറു മഅന യൽസമു മിൻ തഖർറുരി മഅന ഇഹ്ദാഹുമാ തഖർറുറു മഅനൽ ഉഖറ രണ്ട് ജുംലയിൽ നിന്ന് ഒന്നിന്റെ മഅന അവിടെ ഉറക്കലിനാൽ അവിടെ സ്ഥിരപ്പെടലിനാൽ മറ്റേ ജുംലന്റെ മഅനയും സ്ഥിരപ്പെടും അതുകൊണ്ടാണ് മഅനവിയ തഅക്കീദായത് ഇവിടെ ഈ മഅനവിയായ തഅക്കീദ് എന്ന് പറഞ്ഞാൽ വൽ മുറാദു തഅക്കീദൻ മഅനവിയൻ ലുഗത്തന്ന ലുഗത്തിൽ മഅനവിയായ തഅക്കീദ് ഇസ്തിലാഹിൽ അല്ലാതെ ഇവിടെ ദസൂഖി പറയാണ് 31-ാം പേജിൽ 3-ാം ജുസ് വഇല്ലാ ഫത്തഅക്കീദുൽ മഅനവിയ്യു ഫിൽ ഇസ്തിലാഹി ഇന്നമാ യകൂനു ബി അൽഫാദിൻ മഅലൂമത്തിൻ ലുഗത്തിൽ മഅനവിയായ തഅക്കീദ് എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഇസ്തിലാഹിൽ മഅനവിയായ തഅക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അറിയപ്പെട്ട ചില ലഫ്ളുകളെ കൊണ്ടേ ഉണ്ടാവുള്ളൂ നഫ്സ് ഐന് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ മുഫ്രദായ തഅക്കീദിലേ ഉണ്ടാവുള്ളൂ വലൈസമായ എഴുത്തിമിന്ന ഇവിടെ വരാൻ പോകുന്ന മാനിയ തഅക്കീദ് മഅലൂമത്തായ അൽഫാദ് കൊണ്ടല്ല അല്ലെങ്കിൽ പിന്നെ ഔ തഅക്കീദൻ മഅനവിയൻ എന്ന് പറഞ്ഞുകൊടുത്ത് അവിൽ മുറാദ് ബി ഖൗലിഹി തഅക്കീദൻ മഅനവിയൻ ഐ കതഅക്കീദിൽ മഅനവിയ്യി മഅനവിയായ തഅക്കീദ് പോലെയുള്ള തഅക്കീദ് അതെന്ത് വിഷയത്തിൽ ഫി ഹുസൂലി മിസ്ലി മാ യഹ്സുലു മിന്നു മഅനവിയായ തഅക്കീദിൽ നിന്ന് ഹാസിലാകുന്ന ഒന്ന് ഈ തഅക്കീദിൽ നിന്ന് ഹാസിലാകുന്നുണ്ട് അതാണ് മഅനവിയായ തഅക്കീദിൽ നിന്ന് ഹാസിലാകുന്നത് ഇതിൽ നിന്നും ഹാസിലാകും അപ്പൊ മഅനവിയായ തഅക്കീദ് അപ്പൊ പറയട്ടെ വഅമ്മാ കമാലുൽ ഇത്തിസാലി ബൈനൽ ജുംലത്തൈനി ഫലി കൗനി സാനിയത്തി മുഅക്കിദത്തൻ ലില്ലൂല തഅക്കീദൻ മഅനവിയൻ രണ്ടാമത്തെ ജുംല ഒന്നാമത്തെ ജുംലയെ തഅക്കീദ് ചെയ്യുന്നതാകുക തഅക്കീദൻ മഅനവിയൻ മഅനവിയായ തഅക്കീദ് ചെയ്യൽ തഅക്കീദ് ചെയ്യുന്നതാവുക ഏതായാലും ബയാനിക്കാരെടുക്കൽ അത് മഅനവിയായ തഅക്കീദാണ് ലിദഫഇ തവഹുമി തജവ്വുസിൻ മജാസ് പ്രയോഗം നടത്തി എന്ന ഊഹത്തിനെ തട്ടാൻ വേണ്ടി മഅനവിയായ തഅക്കീദ് അതിനാണല്ലോ തഅക്കീദ് തന്നെ അതിനാണ് ഔ ഖലത്തിൻ അല്ലെങ്കിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട് മുത്തക്കല്ലിമിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഊഹത്തിനെ തട്ടാൻ വേണ്ടി നഹ്വു ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹി പോലെ കണ്ടോ ലാ റൈബ ഫീഹി ബിന്നിസ്ബത്തി ഇലാ ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബു എന്ന കലാമിലേക്ക് ചേർത്തി നോക്കലുകൊണ്ട് ലാ റൈബ ഫീഹി പോലെ ഇദാ ജുഇലത്ത് അലിഫ്ലാമീം അലിഫ്ലാമീം എന്നതിനെ ആക്കപ്പെട്ടാൽ ത്വായിഫത്തൻ മിനൽ ഹുറൂഫി ഹർഫുകളിൽപ്പെട്ടത് ത്വായിഫത്താക്കപ്പെട്ടാൽ അതായത് അലിഫ്ലാമീം അതൊരു മുസ്നദും അല്ല മുസ്നദ് ഇലൈഹിയും അല്ലാതെ അലിഫ് ലാം മീം
അതവിടെ നിർത്തി. എന്നിട്ട് ദാലിക്കൽ കിതാബ് മുതൽ തുടങ്ങുക. അതായത് സൂറത്തിന്റെ അവ്വായിൽ വന്നതായ ഹർഫുകളിൽ പെട്ടതാണ്. എന്തിനു വേണ്ടി കൊടുക്കുന്നതാണത്? ഇങ്ങനെയുള്ള അലിഫ് ലാമ് മീമ് കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതേ അലിഫുൽ ലാമും മീമും ആണ് നിങ്ങളും സംസാരിക്കുന്നത്. എന്നാൽ ഇത് ഒരു ഇലാഹിയായ ഗ്രന്ഥം അല്ല എന്ന് പറയാൻ നിങ്ങൾക്കെന്ത് തെളിവുണ്ട്? ഇതേപോലത്തെ ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരുമോ? നിങ്ങൾ സംസാരിക്കുന്ന അലിഫുല്ലാമും മീമും തന്നെ അല്ലേ ഇതിലുള്ളത് എന്ന് അവരെ ഒരു വെല്ലുവിളി എന്നോണം പറയുന്ന ചില ഹർഫുകളാണ്. അപ്പോൾ പിന്നെ അലിഫ്ലാം മീം എന്നതിന് എന്തില്ല? അതൊരു മുസ്നദും അല്ല, മുസ്നദ് ഇലൈഹിയും അല്ല. അത് ബൈദാവിയിൽ നോക്കിയാൽ മനസ്സിലാകും. അലിഫ്ലാം മീം എന്നതിന്റെ അൽ-ബഖറ സൂറത്തിന്റെ തുടക്കത്തിൽ ഇമാം ബൈദാവി തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ആ വിഷയങ്ങളെല്ലാം. ഔ ജുംലത്തൻ മുസ്തഖില്ലത്തൻ, അല്ലെങ്കിൽ അതിനൊരു മുസ്തഖില്ലത്തായ ജുംലയാക്കിയാൽ, മുസ്തഖില്ലത്തായ ജുംലയാക്കൽ എങ്ങനെ? അലിഫ് ലാം മീം അതൊരു ജുംല എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ജുസുഇൽ നിന്ന് ഒന്നിനെ കളയുക. ഒന്നിൽ മുബ്തദാനെ കളഞ്ഞു അലിഫ് ലാം മീം ഖബറാക്കി, അല്ലെങ്കിൽ അലിഫ് ലാം മീം ഖബറാക്കി മുബ്തദയാക്കി ഖബറിനെ കളഞ്ഞു. ഇതാകുന്നത് അലിഫ് ലാം മീം എന്ന സൂറത്താണ്. അല്ലെങ്കിൽ അലിഫ് ലാം മീം എന്ന സൂറത്താകുന്നത് ഇതാകുന്നു. അങ്ങനെ പലതും അവിടെ തക്ദീർ ചെയ്യാം. അവിടെ ദുസൂക്കിയിൽ പറഞ്ഞിട്ടുണ്ടത് ഖൗലുഹു ഔ ജുംലത്തും മുസ്തഖില്ലത്തുൻ ഐ ഔ ജുഇലത്ത് അലിഫ് ലാം മീം ജുംലത്തൻ മുസ്തഖില്ലത്തൻ. അലിഫ് ലാം മീമിനെ ഒരു മുസ്തഖില്ലത്ത ജുംലയാക്കിയാൽ ഐ മഅ അദിഫി അഹദി ജുസ്ഇഹാ, അതിന്റെ രണ്ട് ജുസ്ഇൽ നിന്ന് ഒന്നിനെ കളയലോടുകൂടെ. ഇമ്മൽ മുബ്തദഇ അവിൽ ഖബരി, ഒന്നിലേക്ക് മുബ്തദാനെ കളയുക അല്ലെങ്കിൽ ഖബറിനെ കളയുക. അതെപ്പോഴാണ് മുബ്തദാനെ അല്ലെങ്കിൽ ഖബറിനെ കളയല്? ഇൻ ജുഇലത്ത് ഇസ്മിയത്തൻ, അതിനെ ഇസ്മിയ ജുംലയാക്കിയാൽ ബിഅൻ യകൂന തഖ്ദീറു അലിഫ് ലാം മീം ഹാദാ, അലിഫ് ലാം മീം ഇതാണ്, ഔ ഹാദാ അലിഫ് ലാം മീം. ഇനി വസിഹു ജഅലുഹാ ഫീലിയത്തൻ, ഇതിനെ ഫീലിയ ജുംലയും ആക്കാം. അപ്പോൾ പിന്നെ മുബ്തദാനെ ഖബറിനെ കളയില്ല എന്നത് വരൂല. അലാ യകൂന തഖ്ദീറു ഉഖ്സിമു ബി അലിഫ് ലാം മീം, അലിഫ് ലാം മീം കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അപ്പോൾ എന്തായി? ഒരു മുസ്തഖില്ലത്ത ജുംലയായല്ലോ. ഫയകൂനുൽ ജാറു മഹദൂഫൻ, അപ്പോൾ ജാർ എന്താവും? മഹദൂഫാവും. അപ്പൊ ഫീലിയ ജുംലയാവും. അങ്ങനെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അലിഫ് ലാം മീമിനെ ആക്കപ്പെട്ടാൽ ത്വായിഫത്തൻ മിനൽ ഹുറൂഫി ആക്കപ്പെട്ടാൽ ഔ ജുംലത്തൻ മുസ്തഖില്ലത്തൻ, അല്ലെങ്കിൽ മുസ്തഖില്ലത്താൽ ജുംലയാക്കിയാൽ അപ്പൊ അലിഫ് ലാം മീം. വദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബുനാക്കപ്പെട്ടാൽ ജുംലത്തുൻ സാനിയത്തൻ, രണ്ടാമത്തൊരു ജുംലയാക്കിയാൽ, അതായത് ദാലിക്ക മുബ്തദ അൽ കിതാബു ഖബറാക്കുക. ദാലിക്ക മുബ്തദയാകുമ്പോൾ ഇശാറത്ത് എന്താകും? അൽ കിതാബു മുശാർ ഇലൈഹി ആവരുത്. ദാലിക്ക എന്നത് അൽ കിതാബു മുശാർ ഇലൈഹി, അങ്ങനെ ഒരു അങ്ങനെയും തർക്കീബുണ്ട്. അങ്ങനെ ആക്കാതെ ദാലിക്കന്റെ മുശാർ ഇലൈഹി അലിഫ് ലാമിലേക്ക് ആക്കുക. അൽ കിതാബു ഖബറും ആക്കി. അങ്ങനെ ആക്കിയാൽ അപ്പോൾ ഒരു മുസ്തഖില്ലത്ത ജുംലയായി. വദാലിക്കൽ കിതാബ് ജുംലത്തൻ സാനിയത്തൻ, രണ്ടാമത്തെ ജുംലയാക്കുക. വലാ റൈബ ഫീഹി ജുംലത്തൻ സാലിസത്തൻ,
ലാ റൈബ ഫീഹിനെ മൂന്നാമത്തെ ജുംലയും ആക്കിയാൽ എന്ന് പറഞ്ഞാൽ അലിഫ്ലാമീം അലിഫ്ലാമീനെ തായിഫത്തും മിനൽ ഹുറൂഫാക്കുമ്പോൾ ദാലിക്കൽ കിതാബ് ഒന്നാം ജുംലയാകും, ലാ റൈബ ഫീഹി രണ്ടാം ജുംലയാകും. അലിഫ്ലാമീം എന്നത് ഒരു മുസ്തഖില്ലാത്ത ജുംലയാക്കുമ്പോൾ ദാലിക്കൽ കിതാബ് രണ്ടാം ജുംലയുമാകും, ലാ റൈബ ഫീഹി മൂന്നാം ജുംലയുമാകും. ഇവിടെ ഫഇന്നഹു തീർച്ചയായിട്ടും കാര്യം ലമ്മ ബൂലിക ഫീ വസിഫിഹി കിതാബിനെ വിവരിക്കുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, കനം കൂട്ടിയപ്പോൾ, കടുപ്പം കൂട്ടിയപ്പോൾ, ഫി വസിഫിഹി കിതാബിനെ വിവരിക്കുന്നതിൽ, ഐ ഫി വസിഫിൽ കിതാബി കിതാബിനെ വിവരിക്കുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ. എങ്ങനെ മുബാലഗത്ത് ചെയ്തത്? അവിടെ ബി ബുലൂഹിഹി മുത്തഅല്ലിഖുൻ ബി വസിഫിഹി, വസിഫിഹി എന്നതിനോട് ബന്ധിച്ചതാണ്. ബി ബുലൂഹിഹി ആ ഖുർആൻ എത്തലുകൊണ്ട് വർണ്ണിക്കുന്നതിൽ, വസിഫിഹി എന്നതിനോട് മുത്തഅല്ലിഖാണ്. ആ ഖുർആൻ എത്തലുകൊണ്ട് വർണ്ണിക്കുന്നതിൽ, ഐ ഫി അൻ ഉസിഫ ആ കിതാബിനെ വസുഫ് പറയപ്പെടുന്നതിൽ എത്തലുകൊണ്ട്, ആ ഖുർആനിനെ വിവരിക്കുന്നതിൽ ആ കിതാബ് എത്തലുകൊണ്ട് കടുപ്പം കാണിക്കപ്പെട്ടപ്പോൾ, ബി അന്നഹു ബലഗ ദറജത്തൽ ഖുസുവ ആ ഖുർആൻ അങ്ങേ അറ്റത്തെ ദറജയെ എത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് വസുഫ് പറയപ്പെടുന്നതിൽ കടുപ്പം കാണിക്കപ്പെട്ടപ്പോൾ. അപ്പോ ബി ബുലൂഹിഹി എന്നതിന്റെ അത് വസുഫിഹി എന്നതിനോട് ബന്ധിച്ചതാണ് എന്നതിന് തഫ്സീർ എഴുതിയതാണ്. ബി ബുലൂഹിഹി ആ ഖുർആൻ എത്തലുകൊണ്ട് വസുഫ് പറയപ്പെടുന്നതിൽ, ഐ ഫി അൻ ഉസിഫ ആ കിതാബിനെ വസുഫ് പറയപ്പെടുന്നതിൽ, ബി അന്നഹു ബലഗാൻ ആ ഖുർആൻ എത്തിയിട്ടുണ്ട് എന്ന് വസുഫ് പറയപ്പെടുന്നതിൽ. അപ്പോ ബി ബുലൂഹി എന്നുള്ളത് വസുഫിഹി എന്നതിനോട് ബന്ധിച്ചു. ഐ ഫി അൻ ഉസിഫ ആ കിതാബിനെ വിവരിക്കപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, ബി അന്നഹു ബലഗ ആ കിതാബ് എത്തിയിട്ടുണ്ട് എന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, ഫി അൻ ഉസിഫ ആ കിതാബിനെ വസുഫ് പറയപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, ബി അന്നഹു ബലഗ അത് എത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് വസുഫ് പറയപ്പെടുന്നതിൽ. അപ്പൊ എന്താ അർത്ഥം? ലമ്മ ബൂലിക മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, ഫി വസിഫിഹി ആ കിതാബിനെ വിവരിക്കുന്നതിൽ, ബി ബുലൂഹിഹി അത് എത്തലുകൊണ്ട് വിവരിക്കുന്നതിൽ, അത് എത്തലുകൊണ്ട് വിവരിക്കുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ. എവിടെ എത്തുക? ബി അന്നഹു ബലഗ ദറജത്തൽ ഖുസുവ അങ്ങേ അറ്റത്തെ ദറജയെ എത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് വസുഫ് പറയപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ. എന്തിലുള്ള ദറജ? ഫിൽ കമാലി കമാലിൽ ദറജത്തുൽ ഖുസുവയെ എത്തലുകൊണ്ട് വസുഫ് പറയപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ. വബി കൗലിഹി ബൂലിക എന്ന കൗലിനോട് യതഅല്ലഖുൽ ബാഉ ഫീ ഖൗലിഹി ബിജഅലിൽ മുബ്തദഇ എന്ന കൗലുള്ള ബാഉ ബന്ധിക്കും. അതെങ്ങനെയാണ് ആ മുബാലഗത്ത് ഉണ്ടായത്? ഇപ്പൊ പറഞ്ഞത് എങ്ങനെയാണ്? ഫഇന്നഹു ലമ്മാ ബൂലിക ഫീ വസ്ഫിഹി കിതാബിനെ വസുഫ് പറയപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, അതിര് കവിഞ്ഞപ്പോൾ,
ബിബുലൂഹിഹി ആ ഖുർആൻ എത്തലുകൊണ്ട് വസ്ഫ് പറയപ്പെടുന്നതിൽ അദ്ദറജത്തൽ ഖുസ്വാൻ ഫിൽ കമാലി കമാലിൽ അങ്ങേ അറ്റത്തെ ദർജയെ എത്തിച്ചിട്ടുണ്ട് എന്ന് വസ്ഫ് പറയപ്പെടുന്നതിൽ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ എങ്ങനെ മുബാലഗത്തുണ്ടായി ബിജഇലിൽ മുബ്തദഇ മുബ്തദഇനെ ആക്കലുകൊണ്ട് ദാലിക്ക ആക്കലുകൊണ്ട് അപ്പൊ ദാലിക്കനെ മുബ്തദയാക്കി എങ്ങനത്തെ ദാലിക്ക അദ്ദാല അല്ലെങ്കിൽ അദ്ദാലി ജഇലിനും സിഫത്താക്കാം ദാലിക്കും സിഫത്താക്കാം എങ്ങനത്തെ അറിയിക്കല് അദ്ദാല മുബ്തദാനെ ദാലിക്ക ആക്കലുകൊണ്ട് എങ്ങനത്തെ ആക്കല് അദ്ദാലി അലാ കമാലിൽ ഇനായത്തി ആ മുബ്തദാനെ ദാലിക്ക ആക്കല് അറിയിക്കുന്നതാണ് അലാ കമാലിൽ ഇനായത്തി മുബ്തദാനെ പൂർണ്ണമായി കണക്കിലെടുക്കലിന്റെ മേൽ അറിയിക്കും മുബ്തദാനെ പൂർണ്ണമായി കണക്കിലെടുക്കുക ഏതാ മുബ്തദ ദാലിക്ക അലിഫ് ലാം മീം സൂറത്ത് അപ്പോ ഈ അലിഫ് ലാം എന്നുള്ളത് സൂറത്തിന്റെ പേരാക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്മിൽപ്പെട്ട ഒന്ന് അല്ലെങ്കിൽ ഖുർആനിന്റെ ഇസ്മി എന്നൊക്കെ വെക്കണം ദാലിക്ക അലിഫ് ലാം മീം എന്ന സൂറത്ത് അപ്പോ ഈ സൂറത്തിനെ പൂർണ്ണമായി കണക്കിലെടുത്തു എന്തുകൊണ്ട് ഇശാറത്ത് ചെയ്തതുകൊണ്ട് ഇശാറത്ത് ചെയ്യുന്നത് എന്തിനാണ് മുസ്നദ് ഇലൈഹിയെ ഇശാറത്ത് ചെയ്യുന്നത് ഒന്നിരിക്കൽ ആ മുസ്നദ് ഇലൈഹിയെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടെന്ന തുറന്നു കാണിക്കുമ്പോൾ അതിനെ വേർതിരിക്കാം പൂർണ്ണമായി കണക്കിലെടുക്കുന്ന സമയത്താണ് ഈ തംയീസ് ഉണ്ടാവുകയുള്ളൂ ഈ തംയീസിന് വേണ്ടിയിട്ടാണ് എന്ത് മുസ്നദ് ഇലൈഹിയെ ഇശാറത്തിന് നിസമാക്കി കൊണ്ടുവരുന്നത് എന്നെല്ലാം നമ്മുടെ അഹ്വാലുൽ മുസ്നദ് ഇലൈഹിന്റെ ബാബിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോ അദ്ദാലി ആ മുബ്തദാനെ ദാലിക്ക് ആക്കല് അറിയിക്കും അലാ കമാലിൽ ഇനായത്തി മുബ്തദാനെ പൂർണ്ണമായി കണക്കിലെടുക്കലിന്റെ മേൽ ബി തമയ്യുസിഹി അതിങ്ങനെ വേറുതിരിയലുകൊണ്ട് മാത്രമല്ല വത്തവസ്സുലി ബി ബുഇദിഹി ആ മുബ്തദാന്റെ ബുഇദ് കൊണ്ട് എത്തിച്ചേരലിന്റെ മേലിലും ഇല തഅലീമി തഅലീമിലേക്ക് കാരണം ദാലിക്ക എന്നുള്ളത് ഇവിടെ ഇശാറത്തിന്റെ ഇസ്മ ബുഇദിലേക്കുള്ള ഇശാറത്താണ് ദാലിക്ക അത് ഈ അത് എന്ന് പറയുമ്പോൾ സംഗതി ഇവിടെ കരീബാണെങ്കിലും കരീബിനെ ബഈദാക്കി പറയുമ്പോൾ ഒരു തഅലീമിന് വേണ്ടിയിട്ടാണ് കരീബിനെ ബഈദാക്കുന്നത് അതെല്ലാം നഹ്വിന്റെ കിതാബുകളിലും മുഖ്തസറിൽ തന്നെ മുസ്നദ് ഇലൈഹിന്റെ അഹ്വാലിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോ തവസ്സുലി ബി ബുഇദിഹി ആ മുബ്തദാന്റെ ബുഇദ് കൊണ്ട് എത്തിച്ചേരുക ഇല തഅലീമി തഅലീമിലേക്കും വഉലുവി ദർജത്തി മേലെയായ ദർജയിലേക്കും എത്തിച്ചേരലിന്റെ മേലിലും അറിയിക്കും ഇവിടെ മുബ്തദാനെ ദാലിക്കാക്കിയതുകൊണ്ട് രണ്ട് കാര്യം കിട്ടി ഒന്നാമത്തത് മുബ്തദാനൊന്ന് പൂർണ്ണമായി കണക്കിലെടുക്കലുണ്ട് മറ്റൊന്ന് മുബ്തദാനെ കരീബായ മുബ്തദാനെ ബഈദാക്കി പറഞ്ഞതുകൊണ്ട് എന്തുണ്ട് തഅലീമും കിട്ടുന്നുണ്ട് ഈ രണ്ട് കാര്യം കൊണ്ട് എന്ത് കിട്ടുന്നുണ്ട് കിതാബിനെ വസുഫ് പറയുന്നിടത്ത് മുബാലഗത്തുണ്ട് അപ്പൊ ദാലിക്ക ആ ഖുർആൻ മഹത്തായ ഖുർആൻ ദാലിക്ക മഹത്തായ ഖുർആൻ ഒരു ബുഇദിന്റെ മർത്തബയിൽ പറഞ്ഞു പിന്നെ തഅരീഫിൽ ഖബരി ബിൽ ലാമി ഖബറിനെ ലാമ കൊണ്ട് മഅരിഫിയാക്കലുകൊണ്ടും എന്ത് മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ ഖബറിനെ ലാമ കൊണ്ട് മഅരിഫിയാക്കലുകൊണ്ടും മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ ബിജഇലിൽ മുബ്തദഇ ആ ജഇലിൽ മുബ്തദഇമക്ക് അത്ഫാണ് ജഇൽ മുബ്തദിന്റെ ആ ബാ
മൂലികനോടാണല്ലോ ബന്ധിച്ചത്. അപ്പൊ മുബത്തദാനെ ദാലിക്കിയാക്കലുകൊണ്ട് മുബാലകത്ത് ചെയ്യപ്പെട്ടപ്പോൾ ഖബറിനെ ലാമ് കൊണ്ട് മൈരിഫിയാക്കലുകൊണ്ടും മുബാലകത്ത് ചെയ്യപ്പെട്ടപ്പോൾ എങ്ങനത്തെ തഈരീഫ്? അദ്ദാലി അലൽ ഇൻഹിസാരി, ഇൻഹിസാറിന്റെ മേൽ അറിയിക്കുന്ന. അപ്പൊ ദാലിക്ക ഇത് മാത്രമാണ് അൽ കിതാബ്, കിതാബ് മിസ്ല ഹാത്തമുൽ ജവാദ്, ഹാത്തമ് മാത്രമാണ് ജവാദ് എന്ന് പറയും പോലെ. അവിടെ അൽ ജവാദ് എന്ന മുസ്നദിനെ എന്താക്കി? ലാമ് കൊണ്ട് മൈരിഫിയാക്കി. അപ്പോൾ ജവാദ് ഹാത്തമ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന് പറയും പോലെ ഇത് മാത്രമാണ് കിതാബ്, ഇതല്ലാത്തതൊന്നും കിതാബല്ല. അപ്പൊ വേറെ കിതാബുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഹസർ എന്തിന്റെ മേലിലാണ്? കമാലിയത്തിന്റെ മേലിലാണെന്ന് മനസ്സിലായി. ഫമഅന ദാലിക്കൽ കിതാബു, അപ്പോൾ ദാലിക്കൽ കിതാബു എന്നതിന്റെ മഅന അന്നഹുൽ കിതാബുൽ കാമിലു, ഈ ഖുർആനാണ് കാമിലായ കിതാബ് എന്നാ. കാരണം കിതാബ് വേറെ ഉണ്ടല്ലോ. അപ്പൊ ഇത് മാത്രമാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കസുർ ഹക്കീക്കിയത്തല്ല. ഹക്കീക്കിയ കസറാണെങ്കിൽ വേറെ കിതാബ് ഉണ്ടാകരുത്. അപ്പൊ മുബാലഹത്തിന് വേണ്ടി ഇവിടെ ഹസറിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഹക്കീക്കത്തിൽ ഉള്ള ഇൻഹിസാറല്ല, മുബാലകത്തായ നിലക്കുള്ള ഇൻഹിസാറാണ് ഇവിടെ ഉള്ളത്. ഇത് മാത്രമാണ് കിതാബ്, ഇതല്ലാത്തതൊന്നും കിതാബല്ല എന്ന് പറയുമ്പോൾ ഇതല്ലാത്തതൊന്നും കിതാബ് എന്ന് പറയാൻ അർഹതയില്ല. അപ്പൊ കാമിലായ കിതാബ് ഇതാണ് എന്നാണ് ഇവിടുത്തെ ഹസർ. അതാണ് ഫമഅന ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബു എന്നതിന്റെ മഅന അന്നഹുൽ കിതാബുൽ കാമിലു, അത് മാത്രമാണ് കാമിലായ കിതാബ്. അല്ലദീ, എങ്ങനത്തെ കാമിലായ കിതാബ്? യസ്തഅ്ഹിലു അയ്യുസമ്മ കിതാബൻ, അതിന് കിതാബ് എന്ന് പേര് പറയലിനക്ക് അർഹതപ്പെട്ടതാകും. കഅന്നമ അദാഹു, ഇതല്ലാത്തത് മിനൽ കുത്തുബി, കിതാബുകളിൽ നിന്ന് ഇതല്ലാത്തതാകുന്നത് ഫീ മുഖാബലത്തിഹി, ഈ കിതാബിന്റെ ഓപ്പോസിറ്റിൽ ഉള്ള മറ്റുള്ള കിതാബുകൾ നാഖിസാണ്. ബൽ എന്നല്ല, ലൈസ ബികിതാബിൻ, കിതാബ് തന്നെയല്ല എന്ന് ചുരുക്കം. അപ്പൊ ഇവിടെ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ഇതാണ് പൂർണ്ണമായ കിതാബ്, ഹിദായത്തിൽ പൂർണ്ണമായ കിതാബ്. ഇതെന്ന കമാലിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഹിദായത്തിലാണ് കമാലിയത്തുള്ളത്. ഇതാണ് പൂർണ്ണമായ കിതാബ് എന്നായി ദാലിക്കൽ കിതാബുന്റെ മഅന. എന്നിട്ട് അങ്ങനെ മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ ജായിസായി, ജവാബു ലമ്മ, ലമ്മന്റെ ജവാബാണ്. ലമ്മ മൂലിക കുറച്ച് ഗൗരവമായി പറയപ്പെട്ടപ്പോൾ, ഖുർആനിനെ വസുഫ് പറയുന്നതിൽ ഗാംഭീര്യം കാണിക്കപ്പെട്ടപ്പോൾ, മുബാലഗത്ത് ചെയ്യപ്പെട്ടപ്പോൾ, മുബാലഗത്ത് ചെയ്ത ഇതൊരു സൂറത്താണ് ഇവിടെ പറഞ്ഞത്. മുബത്തദാനെ ദാലിക്കയാക്കി, ഖബറിനെ ലാമുകൊണ്ട് മൈരിഫിയാക്കി. ഈ രണ്ട് കാര്യം കൊണ്ടാണ് മുബാലഗത്തുണ്ടായത്. അപ്പൊ ഇത് മാത്രമാണ് കിതാബ്, അതായത് ഇതാണ് പൂർണ്ണമായ കിതാബ് എന്ന് പറഞ്ഞപ്പോൾ ജായിസായി, ജവാബു ലമ്മ, ലമ്മന്റെ ജവാബാണ്. ഐ ജാസ ബി സബബി ഹാദിഹിൽ മുബാലഗത്തിൽ മദ്കൂറത്തി, പറയപ്പെട്ട മുബാലഗത്തിന്റെ സബബ് കൊണ്ട് ജായിസായി അൻ യതവഹമ സായിമു, ജായിസായി സാമി ഊഹിക്കൽ, ജായിസായി കബല തഅമ്മുലി, ചിന്തിക്കുന്നതിന് മുമ്പ്, ചിന്തിച്ചു കഴിഞ്ഞാൽ ഊഹിക്കൂല. അന്നഹു ഐനി കൗലഹു ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബു എന്ന കൗലിനെയാണ് ഉദ്ദേശം. ആ ദാലിക്കൽ കിതാബു അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് പൂർണ്ണമായ കിതാബ് എന്നാ. ഇത് മാത്രമാണ് കിതാബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കസുര ഹക്കീക്കത്തല്ലല്ലോ. ഇതാണ് പൂർണ്ണമായ കിതാബ്. അതെ, ആ കൗല് മിമ്മാ യുർമാബിഹി ജിസാഫൻ, ഒരു സുമാറ് പറഞ്ഞതായിരിക്കും. മിമ്മ ഒന്നിൽപ്പെട്ടതാണ്, യുർമാബിഹി അതുകൊണ്ട് പറയപ്പെടും. ജിസാഫൻ ഒരു മതിപ്പായ നിലയിൽ, ഒന്ന് ഉഷാറാക്കിയത് പറഞ്ഞേ ഉള്ളൂ, യഥാർത്ഥത്തിൽ അതല്ല എന്ന് തോന്നിപ്പോകും. ഒരു സുദൂരി റവിയത്തിൻ ബസീറത്തിൻ, ഒരു ചിന്തിക്കലോ പിന്നെ ആലോചനയോ കൂടാതെ അതങ്ങട് മതിച്ച് പറഞ്ഞതാണെന്ന് തോന്നിപ്പോകും.
ഫഉത്ബിഅഹു അങ്ങനെ ആയപ്പോൾ ആ തോന്നലങ്ങട് മാറ്റാൻ വേണ്ടി ഫഉത്ബിഅ അലാ ലഫ്ദിൽ മബ്നിയി ലിൽ മഫൂലി ഉത്ബിഅ എന്ന് വായിക്കണം. വൽ മർഫൂഉൽ മുസ്തത്തിറു ഉത്ബിഅ എന്നതിലുള്ള മുസ്തത്തിറായ മർഫൂ ആയിദുൻ ഇലാ ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിലേക്ക് മടക്കുക. അപ്പൊ ഫഉത്ബിഅ ലാ റൈബ ഫീഹിയെ താബിആക്കപ്പെട്ടു. പിന്നെ വൽ മൻസൂബുൽ ബാരിസു ഉത്ബിഅ ഹു പറഞ്ഞ ലമീറുണ്ടല്ലോ, അത് ഇലാ ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബുവിലേക്കും എന്താണ് മടങ്ങുന്നതാണ്. ഫഉത്ബിഅ ലാ റൈബ ഫീഹിയെ താബിആക്കപ്പെട്ടു ഹു ദാലിക്കൽ കിതാബു എന്നതിന്. ഐ ജുഇല ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിനെ ആക്കപ്പെട്ടു താബിഅൻ ലി ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബുനെ താബിയാക്കി നഫിയൻ ലി ദാലിക തവഹുമി ആ തവഹുമിനെ തട്ടാൻ വേണ്ടി. ഫവിസാനുഹു ഐ വിസാനു ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിന്റെ സ്ഥാനം മഅ ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബോട് കൂടെ ലാ റൈബ ഫീഹിന്റെ സ്ഥാനം വിസാനു നഫ്സുഹു നഫ്സുഹു എന്നതിന്റെ സ്ഥാനമാണ് മഅ സൈദിൻ സൈദോട് കൂടെ ഫി ജാഅനി സൈദുൻ നഫ്സുഹു ജാഅനി സൈദുൻ നഫ്സുഹു എന്നതിലുള്ള ഈ സൈദിന്റെ കൂടെ നഫ്സുഹുവിന്റെ സ്ഥാനം എന്താണ്? അത് മാനവിയ തൈക്കീതാണ്. ആ സ്ഥാനമാണ് ലാ റൈബ ഫീഹി ദാലിക്കൽ കിതാബോട് കൂടെ ലാ റൈബ ഫീഹിന്റെ സ്ഥാനം. അവ എന്തായി? മാനവിയ തൈക്കീതായി. ഫളഹറ ഈ പറഞ്ഞതിൽ നിന്ന് ലാഹിറായി അന്ന ലഫ്ള വിസാനു ഫീ ഖൗലിഹി വിസാനു നഫ്സുഹു വിസാനു നഫ്സുഹു എന്ന കൗലിലുള്ള വിസാനു എന്ന ലഫ്ള് ലൈസ ബിസായിദിൻ സായിദയല്ല കമാ തുവഹിമ അങ്ങനെ ചിലർക്ക് ഊഹം ഉണ്ടായിട്ടുണ്ട് അതുപോലെ. അപ്പൊ ഈ പറഞ്ഞത് ഇവിടെ ശാരിഹ് ഫവിസാനുഹു ഐ വിസാനു ലാ റൈബ ഫീഹി മഅ ദാലിക്കൽ കിതാബൂന. അപ്പൊ ചിലരിവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഫവിസാനുഹു ലാ റൈബ ഫീഹിയോട് മുസാവിയാകുന്നത് നഫ്സുഹു നഫ്സുഹു ആണ്. അപ്പൊ ഈ വിസാനു നഫ്സുഹു എന്നതിലെ വിസാനു സായിദയാണ്, അതിന്റെ ആവശ്യം അവിടെ ഇല്ല എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവരിവിടെ വിസാനിന് മുവാസിലിന്റെ അർത്ഥം വെച്ചു. അവരർത്ഥം വെച്ചത് എന്താണ്? വിസാനുഹു ഐ മുവാസിനു ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിയോട് സമമായത് നഫ്സുഹു നഫ്സുഹു ആണ്. പക്ഷെ അങ്ങനെ അർത്ഥം വെക്കാൻ ഇവിടെ പറ്റൂല. കാരണം ഇവിടെ മഅ ദാലിക്കൽ കിതാബു എന്ന് ശാരിഹി പറഞ്ഞു, അതുപോലെ മഅ സൈദിൻ എന്ന് പറഞ്ഞു. വിസാനു ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിയുടെ സ്ഥാനം മഅ ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബിനോട് കൂടെ. അവിടെ വിസാനു മുവാസിന് അർത്ഥം വെച്ചാൽ ശരിയാകൂല. കാരണം എന്താണ്? ലാ റൈബ ഫീഹിനോട് സമമായത് ദാലിക്കൽ കിതാബോടുകൂടെ സമമായത് നഫ്സുഹു ആണ് സയ്യിദോടുകൂടെ എന്ന് പറയുമ്പോൾ ഒരു മായനല്ല. അതുകൊണ്ടാണ് ശാരിഹിന്റെ ഈ തക്രീർ മഅ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞതുകൊണ്ടും ഇപ്പുറത്ത് മഅ സയ്യിദിൻ എന്ന് പറഞ്ഞതുകൊണ്ടും ഈ വിസാനിന്റെ മായന മർത്തബത്ത് എന്നാണ്, മുവാസിൻ എന്ന മായനാക്കല്ല. അപ്പോൾ ഫവിസാനുഹു ലാ റൈബ ഫീഹിന്റെ സ്ഥാനം വിസാനു നഫ്സുഹു നഫ്സുഹുവിന്റെ സ്ഥാനമാണ് എന്ന് മഅ സയ്യിദിൻ സയ്യിദോടുകൂടെ. അതാണ് ഫളഹറ അന്ന ലഫ്ള വിസാനു ഫീ ഖൗലിഹി മുസന്നിഫിന്റെ കൗലിലുള്ള വിസാനു എന്ന ലഫ്ള് എവിടെ? അതെ, ഏത് കൗലിലുള്ള? വിസാനു നഫ്സുഹു എന്ന കൗലിലുള്ള വിസാൻ എന്ന ലഫ്ള് ലൈസ ബിസായിദിൻ സായിദയല്ല എന്ന് ലാഹിറായി കമാ തുവഹിമ. ഇനി മറ്റൊരു വിഷയം ഔ തൈക്കീദ് ലഫ്ലിയൻ അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. മുഖ്തസർ 182 അൽ ഫസ്ലു വൽ വസ്ലു 7 പേജ് 241. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المصاني
ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة أو تأكيدا لفظيا كما أشار إليه بقوله ونحو هدى للمتقين. അപ്പോൾ നേരത്തെ പറഞ്ഞത് 240 വമ്മാ കമാലുൽ ഇത്തിസാലി ഫലികൗനി സാനിയത്തി മുഅക്കിദത്തൻ ലിൽ ഊല തൈക്കീദൻ മഅനവിയൻ എന്നാണ്. കമാലുൽ ഇത്തിസാല് രണ്ടാമത്തത് ഒന്നാമത്തതിനെ തൈക്കീദ് ചെയ്യുന്നത് ആയതിനു വേണ്ടി, അത് മഅനവിയായ തൈക്കീദ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത് ലാ റൈബ ഫീഹി എന്നുള്ളത് ദാലിക്കൽ കിതാബു എന്നതിന് മഅനവിയായ തൈക്കീദാണ് എന്ന് പറഞ്ഞു. ഇനി ഔ തൈക്കീദൻ ലഫ്ലിയൻ, അത് തൈക്കീദൻ മഅനവിയൻ എന്നതിന്റെ മേൽ അത്ഫാണ്. അല്ലെങ്കിൽ ഔ തൈക്കീദൻ ലഫ്ലിയൻ, അല്ലെങ്കിൽ ലഫ്ലിയായ തൈക്കീദ് ചെയ്യൽ തൈക്കീദ് ചെയ്യുന്നതായതിനു വേണ്ടി. കമാ അഷാറ ഇലൈഹി, ആ ലഫ്ലിയായ തൈക്കീദിലേക്ക് ഇഷാറത്ത് ചെയ്തതുപോലെ മുസന്നിഫ് ബി ഖൗലിഹി, മുസന്നിഫിന്റെ ഖൗല് കൊണ്ട് വനഹ്വു ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ പോലെയും. അപ്പൊ മത്തിന് വഅമ്മാ കമാലുൽ ഇത്തിസാലി ഫലികൗനി സാനിയത്തി മുഅക്കിദത്തൻ ലിൽ ഊലാ ലിദഫഇ തവഹുമി തജവ്വുസിൻ ഔ ഗലത്തിൻ നഹ്വു ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി പോലെ വനഹ്വു ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ പോലെയും. അപ്പൊ എന്താണത്? ഹുദൻ ഐ ഹുവ ഹുദൻ എന്നാണ്. ഹുവ ഹുദൻ, ആ ഖുർആൻ മാർഗദർശനമാണ്. ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഒരു വലിയ മാർഗദർശനമാണ്. അയ്യല്ലാലീന സ്വാഇരീന ഇല തഖ്വ, തഖ്വയിലേക്ക് എത്തിച്ചേരുന്ന വഴി തെറ്റിയവർക്ക്, അവർ വഴി തെറ്റിയവരാണ്, ലാലീങ്ങളാണ്, പക്ഷെ അവരെന്താവും? വിശ്വസിക്കും, അങ്ങനെ തഖ്വയിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ഉള്ളവർക്ക് മാർഗദർശനമാണ് എന്നാണ്. അപ്പോൾ ഹുദല്ലിൽ മുത്തഖീൻ എന്നുള്ളത് ലഫ്ലിയായ തഅക്കീദാണ്. ദാലിക്കൽ കിതാബു എന്നതിന് ഫഇന്ന മഅനാഹു, ഈ ഹുദൻ എന്നതിന്റെ മഅന അന്നഹു അയ്യൽ കിതാബ, ആ കിതാബ് ദാലിക അലിഫ് ലാം മീം എന്ന ഗ്രന്ഥം, അൽ കിതാബു അത് മാത്രമാണ് കിതാബ് എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. കാരണം ദാലിക എന്നുള്ളത് ഇഷാറത്തിന്റെ ഇസ്മ, ഇഷാറത്തിന് ഇസ്മ കൊണ്ട് മഅരിഫയാക്കു ആക്കി മുസ്നദ് ഇലൈഹിയെ, അത് മുഖ്തസറിൽ 76-ാം പേജിൽ കാണാം. ഔ തഅലീമിഹി ബിൽ ബുഅദി, മുസ്നദ് ഇലൈഹിയെ ബുഅദ് കൊണ്ട് തഅലീമാക്കുക. നഹ്വു അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു തൻസീലൻ ലി ബുഅദി ദറജത്തിഹി. അവിടെ ബുഅദിന് ബുഅദ് കൊണ്ട് തഅലീം ചെയ്യാന്ന് പറഞ്ഞാൽ ബുഅദ് കൊണ്ട് ഉദ്ദേശം അളമത്ത് എന്നർത്ഥം. തൻസീലൻ ലി ബുഅദി ദറജത്തിഹി, കിതാബിന്റെ പദവിയുടെ മഹത്വത്തെ ഇറക്കി. വരിഫഅത്തി മഹല്ലിഹി, അതിന്റെ സ്ഥാനത്തിന്റെ ഉയർച്ചയും. മൻസിലത്ത ബുഅദിൽ മസാഫ, മസാഫത്തിന്റെ ബുഅദിന്റെ സ്ഥാനത്തിറക്കി. അപ്പൊ ദറജയുടെ മഹത്വം, മഹത്വം എന്നുള്ളത് ഒരു ബുഅദാണ്. ആ മഹത്വത്തെ മസാഫത്തിന്റെ ബുഅദിലിറക്കി. അൻതു ദാലിക, ആ മഹത്തായ ഗ്രന്ഥം, അൽ കിതാബു അത് മാത്രമാണ് കിതാബ്. മുസ്നദ് ഇലൈഹിയെ, മുസ്നദിനെ
ജിൻസിന്റെ അലിഫുലാമ് കൊണ്ട് മഅരിഫിയാക്കിയപ്പോൾ കിതാബിനെ എന്തിന്റെ മേൽ ചുരുക്കി? ദാലിക എന്ന മുസ്നദ് ഇലൈഹിന്റെ മേൽ ചുരുക്കി. അപ്പോൾ അത് മാത്രമാണ് കിതാബ് എന്നാണ് ദാലിക്കൽ കിതാബുവിന്റെ മഅന. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയട്ടെ. ഫഇന്ന മഅനാഹു ഹുദൽ ലിൽ മുത്തഖീൻ എന്നതിന്റെ മഅന അന്നഹു അയ്യൽ കിതാബ, ആ കിതാബ് ഫിൽ ഹിദായത്തി, മാർഗദർശനത്തിൽ, ഹിദായത്തിൽ, ബാലഹ അത് എത്തിച്ചിട്ടുണ്ട്. ഇയൽ കിതാബിലെ ബാലിഹുൻ എന്ന് വായിക്കാം. ബാലിഹുൻ, ബാലകല്ല, ബാലിഹുൻ, ബാലിഹുൻ ദറജത്തന്ന, ഒരു ദർജയെ അത് എത്തിച്ചതാണ്. എങ്ങനത്തെ ദറജ? ലാ യുദ്റകു കുൻഹുഹ, ആ ദറജയുടെ പരിധിയെ, അതായത് അതിന്റെ ആഴത്തിനെ ഇദ്റാക്ക് ചെയ്യപ്പെടുന്നതേ അല്ല. ഐ ഗായത്തഹ, ആ ദർജയുടെ ഗായത്തിനെ ഇദ്റാക്ക് ചെയ്യപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു ദർജയെ എത്തിയിട്ടുണ്ട്. ആ ദർജയുടെ പരിധി മനസ്സിലാക്കാൻ സാധ്യമല്ല, അത്രത്തോളം ദർജയെ അത് എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഹുദൽ ലിൽ മുത്തഖീൻ എന്നതിന്റെ മഅന. പരിശുദ്ധ ഖുർആൻ അത് മാർഗദർശനമാണ് എന്നാണ്. മാർഗദർശനമാണ് എന്ന് പറയുമ്പോൾ അപ്പോ ഹിദായത്തിന് അതിന്റെ പരമാവധി അത് എത്തിയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്കൊരു ഹിദായത്തില്ല. അതെന്താ? ആ മഅന എങ്ങനെ കിട്ടി? ലിമാഫി തൻകീരി ഹുദൻ, ഹുദൻ എന്നതിനെ നെക്കിറയാക്കിയതിനു വേണ്ടി. എന്താണ്? ഐ വായത്തഹ ലിമാഫി തൻകീരി ഹുദൻ, ഹുദൻ എന്നതിനെ നെക്കിറിയാക്കിയതിലുള്ള ഒന്നിന് വേണ്ടി. ആ ഒന്നെന്തിനാലാണ്? മിനൽ ഇബ്ഹാമി വത്തഫ്ഹീമി, മുബ്ഹമാക്കലിനാലും ബഹുമാനിക്കലിനാലും മഹത്വമാക്കലിനാലും. ഹത്താ കാന്നഹു, ഹത്താ എത്രത്തോളം, കാന്നഹു ആ ഖുർആൻ ആയതുപോലെ, ഹിദായത്തുൻ മഹിളത്തുൻ തനിച്ച ഹിദായത്തായതുപോലെ അത് ഹിദായത്താക്കുന്നതല്ല, ഹിദായത്ത് തന്നെയാണ് എന്നോടത്തേക്കെത്തി എന്ന മഅനയാണ് ഹുദൽ. പരിശുദ്ധ ഖുർആൻ ഹിദായത്തിന്റെ മാർഗദർശനം തന്നെയാണ്. ആ മഅന എങ്ങനെ കിട്ടി? ഐസുഖീല ഹുദൻ എന്ന് പറഞ്ഞതിന് വേണ്ടി മസ്തറായിട്ടാണല്ലോ പറഞ്ഞത്. മസ്തർ ഹുദൻ, മാർഗദർശനം, ഹിദായത്ത്. വലം യഖുൽ ഹാദിൻ, ഹാദിൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഹുദൽ ലിൽ മുത്തഖീൻ, ഹുദൻ എന്നതിന്റെ മഅന എന്തായി? ഹുവ എന്നുള്ളത് ഒരു മഹദൂഫായ മുബ്തദയുടെ ഖബറായിട്ടാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്തസറിൽ കാണാം. പിന്നെ വഅമ്മാ തൻകീറുഹു ഫലി ഇറാദത്തി അദമിൽ ഹസരി വൽ അഹ്ദി ഔലി തഫ്ഖീമി എന്ന് കാണാം. എന്നിട്ട് ഉദാഹരണം കൊടുത്തത് നഹ്വു ഹുദൽ ലിൽ മുത്തഖീൻ എന്നാണ്. അലാ അന്നഹു ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ ഔ ഖബറു ദാലിക്കൽ കിതാബൂൻ, ഒരു മഹ്ദൂഫ മുബ്തദയുടെ ഖബറാണ്, അല്ലെങ്കിൽ ദാലിക്കൽ കിതാബൂന്റെ ഖബറാവുക. ഇവിടെ ഇപ്പോൾ മഹ്ദൂഫ മുബ്തദയുടെ ഖബറായിട്ടാണ് എണ്ണിയിട്ടുള്ളത്. അതായത് മുസനദാണെന്ന് തെളിയിച്ചതാണ് അവിടെ. അപ്പോൾ തഫ്ഹീമിന് വേണ്ടി നെക്കിറയാക്കൂന്ന് കിട്ടി. അപ്പോൾ എന്തായി അർത്ഥം? ഒരു വലിയതായ മാർഗദർശനമാണ്, വലിയതായ മാർഗദർശനമാണ് എന്ന് കിട്ടി. വഹാദ, ഈ പറഞ്ഞ മഅന ഏത്? പരിശുദ്ധ ഖുർആൻ ഹിദായത്തിൽ അങ്ങേ അറ്റത്തെ ദറജ എത്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹിദായത്തിൽ അങ്ങേ അറ്റത്തെ ദറജ എത്തിച്ചിട്ടുണ്ട് എന്നതാകുന്നത്. ആ മഅന കിട്ടിയതെങ്ങനെയാണ്? ഹുദൻ എന്നതിനെ നെക്കിറിയാക്കിയിട്ട്. ഹുദൻ എന്നതിനെ നെക്കിറിയാക്കിയപ്പോൾ ഇത് എന്തൊരു ഹുദയാണ്, ഹിദായത്താണെന്ന് വ്യക്തമാക്കാതെ ആ തെങ്കീറിൽ തഫ്ഹീമും ഇബ്ഹാമും ഉണ്ട്. തഫ്ഹീമും ഇബ്ഹാമും ഉള്ളതുകൊണ്ട്
ഒരു വലിയ മാർഗദർശനമാണ്. മാർഗദർശനം ഏത് വിഷയത്തിലാണ്, എന്തൊരു മാർഗദർശനമാണ് എന്ന് വ്യക്തമാക്കിയില്ല. അതൊരു വലിയ മാർഗദർശനമാണ് എന്നും അവിടെ വ്യക്തമാക്കുകയും ചെയ്തു. അതാണ് ഇവിടെ തൻകീറിൽ ഉള്ള ഒന്ന്. അപ്പോൾ വലിയ മാർഗദർശനമാണെന്ന് പറയുമ്പോൾ ഹിദായത്തിന്റെ പദവിയുടെ മേലെ തട്ടിൽ എത്തിയിട്ടുണ്ട് എന്ന് അതിന് അർത്ഥം കിട്ടും. അതാണ് ഈ മഅന. പരിശുദ്ധ ഖുർആൻ ഈ കിതാബ് ഹിദായത്തിൽ അങ്ങേയറ്റത്തെ ദറജയെ എത്തിച്ചിട്ടുണ്ട് എന്നാണല്ലോ ഹുദൻ എന്നതിന്റെ അർത്ഥം. ഇതൊരു വലിയ മാർഗദർശനമാണ്. ആ മഅന ദാലിക്കൽ കിതാബു, ദാലിക്കൽ കിതാബുന്റെ മഅനയാണ്. കാരണം ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞത് എന്താ? അതിന്റെ അർത്ഥം എന്താണ്? ഇത് മാത്രമാണ് കിതാബ്, മറ്റൊന്നും കിതാബല്ല എന്ന ഇശാറത്താണ് അതിലുള്ളത്. അപ്പൊ കിതാബുകൾ മറ്റുള്ളതും കിതാബാണല്ലോ. അപ്പോ പിന്നെ ഇത് മാത്രം കിതാബാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹസർ മുബാലഗത്തിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മുഖ്തസർ 160 പേജിൽ വഫാനി യഇനി ഇത്തിബാറ തഅരീഫിൽ ജിൻസി മുസ്നദിലേഹിയെ മുസ്നദിനെ ജിൻസ് കൊണ്ട് മഅരിഫിയാക്കുമ്പോൾ ഖദ് യുഫീദു ഖസ്റൽ ജിൻസി അലാ ഷൈഇൻ, ജിൻസിനെ ഒരു ഷൈഇന്റെ മേൽ ഖസ്റാക്കലിനെ ഫായിദ വെപ്പിക്കും. തഹ്കീക്കായ നിലയിൽ നഹ്വു സൈദുനിൽ അമീറു, സൈദ് മാത്രമാണ് അമീർ എന്നവർ. ഇദാലം യകുൻ അമീറു സിവാഹു, സൈദല്ലാത്ത അമീറില്ലെങ്കിൽ, ഔ മുബാലഗത്തൻ, അല്ലെങ്കിൽ മുബാലഗത്തായ നിലക്ക് ഹസറിനെ ഫായിദ വെപ്പിക്കുന്ന. അങ്ങനെ മുബാലഗത്തായിട്ട് ലി കമാലിഹി ഫീഹി, ഈ ജിൻസിൽ കാമിലായതിനു വേണ്ടി. അപ്പൊ ഖുർആൻ എന്താണ്? കിതാബിൽ കാമിലാണ്. അതുകൊണ്ട് കിതാബിൽ കാബിലായത് കൊണ്ട് എന്തായി? ഇത് മാത്രമാണ് കിതാബ്. ഈ കിതാബ്, ഈ അലിഫ് ലാം മീം എന്ന ഖുർആൻ അൽ കിതാബ്, അത് മാത്രമാണ് കിതാബ് എന്ന് പറയാൻ കാരണം എന്താ? കിതാബിയത്തിൽ കമാല് ഈ ഖുർആനിന് ഉണ്ട്. അപ്പോൾ മുബാലഗത്തായ നിലക്കാണ് ഇവിടെ ഹസറുള്ളത് എന്ന് മനസ്സിലാക്കണം. സൈദുൽ ശുജാഉ, സൈദ് മാത്രമാണ് ശുജാഇ. അവിടെ മറ്റുള്ളവർക്ക് ശജാഅത്തുണ്ടെങ്കിലും സൈദിന്റെ ശജാഅത്തിലേക്ക് നോക്കുമ്പോൾ അത് ഇല്ലാത്തതുപോലെയാണ്. എന്നതുപോലെ ഖുർആനിന്റെ കിതാബിയത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ള കിതാബുകളൊന്നും കിതാബല്ലാത്തതുപോലെയാണ്. അപ്പൊ കാമിലായ കിതാബ് ഇതാണെന്നർത്ഥം. കാമിലായ കിതാബ് ഇതാണെന്ന കാരണം അന്ന മഅനാഹു. അപ്പൊ പറഞ്ഞത് വഹാദ, ഈ പറഞ്ഞ മഅന ദാലിക്കൽ കിതാബു ലി അന്ന മഅനാഹു, ദാലിക്കൽ കിതാബുന്റെ മഅന കമാ മറ, കഴിഞ്ഞു പോയതുപോലെ, അൽ കിതാബുൽ കാമിലൂന, കാമിലായ കിതാബുന. അപ്പൊ ദാലിക്കൽ കിതാബു, ഈ ഖുർആൻ മാത്രമാണ് കിതാബ് എന്ന് പറഞ്ഞാൽ ഇതാണ് പൂർണ്ണമായ കിതാബ്. കാരണം ഹസർ തഹ്കീഖിയല്ല, പിന്നെ മുബാലഗത്തിന് വേണ്ടിയുള്ള ഹസറാണ്. അതുകൊണ്ടാണ് കാമിലായ കിതാബ് എന്ന് പറഞ്ഞത്. അപ്പൊ ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് പൂർണ്ണമായ കിതാബ് എന്നായി. അപ്പൊ പൂർണ്ണമായ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്തിൽ പൂർണ്ണത? വൽ മുറാദു ബി കമാലിഹി, കിതാബിന്റെ കമാല് കൊണ്ടുള്ള മുറാദ് കമാലുഹു ഫിൽ ഹിദായത്തി, ഹിദായത്തിലുള്ള കമാലാണ്. അപ്പോൾ ഹിദായത്തിൽ പൂർണ്ണമായതാണ്. അപ്പോൾ ദാലിക്കൽ കിതാബിന്റെ അർത്ഥം എന്തായി? ഇത് ഈ ഗ്രന്ഥം മാർഗദർശനത്തിൽ കാമിലാണ്. അപ്പോ ഹുദൻ എന്ന മഅന ഏതിലുണ്ട്? ദാലിക്കൽ കിതാബിലുണ്ട്. അൽ കിതാബുൽ കാമിലു എന്നാണല്ലോ ദാലിക്കൽ കിതാബിന്റെ മഅന. കാമിലായ കിതാബ് എന്ന് പറയുമ്പോൾ കമാൽ കൊണ്ടുള്ള മുറാദ് ഹിദായത്തിൽ കമാലാണ്. അപ്പൊ ഹിദായത്തിൽ കാമിലാണ്. അപ്പോൾ എന്തായി? ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞതിൽ എന്ത് കിട്ടി? ഇത് ഹിദായത്താക്കുന്ന കിതാബാണ് എന്ന് കിട്ടിയല്ലോ. കാരണം കമാലുഹു ഫിൽ ഹിദായത്തി ലി അന്നൽ കുതുബ സമാവിയ, സമാവിയായ കിതാബുകള്
ബിഹസ്ബിഹ ആ ഹിദായത്തിന്റെ അളവനുസരിച്ചുകൊണ്ട് മാത്രമാണ്. ഐ ബി ഖദ്രിൽ ഹിദായത്തി ഹിദായത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് മാത്രം വഇതിബാരിഹ ആ ഹിദായത്തിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് മാത്രം മുത്തഫാവിത്തത്തുൻ ഫി ദറജാത്തിൽ കമാലി കമാലിന്റെ ദറജകളിൽ ഏറ്റ വ്യത്യാസമാകുന്നതാണ്. അപ്പൊ ഹിദായത്തിന്റെ അളവനുസരിച്ച് കമാലിന്റെ ദറജ തഫാവുത്തുണ്ടാവും. അപ്പോൾ കാമിലായ കിതാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഹിദായത്തിൽ കാമില് എന്ന് വെക്കണം. ഹിദായത്തിൽ കാമിൽ എന്ന് വെക്കണം. അപ്പോൾ ഹിദായത്തിലാണ് തഫാവുത്തുള്ളത്. സമാവിയ കിതാബുകൾ ഹിദായത്തിന്റെ തോതനുസരിച്ചാണ് ഏറ്റ വ്യത്യാസമാകുന്നത് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ലഅന്നൽ കുതുബ സമാവിയത്ത ബിഹസ്ബിഹ മുത്തഫാവിത്തത്തുൻ ഫീ ദറജാത്തിൽ കമാലി. സമാവിയ കിതാബുകളൊക്കെ ഹിദായത്തിന്റെ തോതനുസരിച്ച് കമാലിന്റെ ദറജകളിൽ ഏറ്റ വ്യത്യാസമാകും. അപ്പോൾ എന്തായി? തഫാവുത്ത് ഹിദായത്തിലാകുമ്പോൾ ഈ കമാലിനെ ഹിദായത്തിലുള്ള കമാലി എന്ന് വെക്കണം. ഹിദായത്തിലുള്ള കമാലി എന്ന് വെക്കണം. ലാ ബിഹസ്ബി ഗൈരിഹ ഹിദായത്ത് അല്ലാത്തതിന്റെ തോതനുസരിച്ചല്ല, ഹിദായത്തിന്റെ അളവ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഹിദായത്തിന്റെ അളവ് കൊണ്ടാണ് കമാലിന്റെ ദറജകളിൽ സമാവിയായ കിതാബുകളുടെ തഫാവുത്തുള്ളത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഹിദായത്തിലാണ് തഫാവുത്തുള്ളത് എന്ന് മനസ്സിലായി. കാരണം ഹിദായത്തിന്റെ തോതനുസരിച്ചാണ് കമാലിലുള്ള ദറജകൾ ഏറ്റ വ്യത്യാസമാകുന്നത് എന്ന് പറയുമ്പോൾ തഫാവുത്ത് ഹിദായത്തിലായല്ലോ. അപ്പൊ ഹിദായത്ത് എത്ര കണ്ട് കൂടുതലുണ്ട് അതനുസരിച്ചാണ് അതിന്റെ കമാല് തീരുമാനിക്കുക. അങ്ങനെ വെക്കുമ്പോൾ ഈ കമാല് എന്നുള്ളത് ഹിദായത്തിൽ ഹംല് ചെയ്യണം. അപ്പോൾ അൽ കിതാബുൽ കാമിലു ദാലിക്കൽ കിതാബ് ഇത് മാത്രമാണ് പൂർണ്ണമായ കിതാബ്. എന്തിൽ പൂർണ്ണത? ഹിദായത്തിൽ പൂർണ്ണത. അപ്പോൾ ദാലിക്കൽ കിതാബു എന്നതിൽ തന്നെ ഈ കിതാബ് ഹുദൻ എന്നതാണെന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അന്നഹൽ മഖ്സൂദുൽ അസ്ലിയത്തു ഹിദായത്താണ് ഖുർആനിന്റെ അസ്ലിയായ മഖ്സൂദ്. പല വിഷയത്തിലും ഖുർആൻ കമാലിയത്തുണ്ടെങ്കിലും അതിന്റെ ബലാഗത്തിലും ഫസാഹത്തിലും മറ്റുള്ള വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എല്ലാ ഗ്രന്ഥങ്ങളെക്കാൾ കമാലിയത്തുണ്ടെങ്കിലും ഹിദായത്താണ് അസ്ലിയായ മഖ്സൂദ്. അതുകൊണ്ട് ഹിദായത്തിൽ കാമിലി എന്നർത്ഥം കൊടുക്കണം. മിനൽ ഇൻസാനി ഖുർആനിനെ ഇൻസാൻ ചെയ്തതിനാലുള്ള അസ്ലിയായ മഖ്സൂദ് ഹിദായത്താണ്. അതുകൊണ്ട് ഫവിസാലുഹു ഐ വിസാലു ഹുദല്ലിൽ മുത്തഖീൻ ഹുദല്ലിൽ മുത്തഖീൻ എന്നതിന്റെ സ്ഥാനം വിസാനു സയ്യിദുൻ എന്നതിന്റെ സ്ഥാനമാണ്. എങ്ങനത്തെ സയ്യിദ്? അസ്സാനി രണ്ടാമത്തെ സയ്യിദുൻ എന്നതിന്റെ സ്ഥാനമാണ്. ഫീ ജാഅനി സയ്യിദുൻ സയ്യിദ് വന്നു. ഈ രണ്ടാമത്തെ സയ്യിദ് ഒന്നാമത്തെ സയ്യിദിന് ലഫ്ളിയാ തൈക്കീദാണ് എന്നതുപോലെ ഹുദല്ലിൽ മുത്തഖീൻ എന്നുള്ളത് ദാലിക്കൽ കിതാബു എന്നതിന് ലഫ്ളിയാ തൈക്കീദാണ്. കാരണം ഒന്നാമത്തെ സയ്യിദിന്റെ മഅന രണ്ടാമത്തെ സയ്യിദിലുണ്ട് എന്നതുപോലെ ദാലിക്കൽ കിതാബുവിന്റെ മഅന ഹുദല്ലിൽ മുത്തഖീൻ എന്നതിലുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത്തെ സയ്യിദിന്റെ മഅന ഒന്നാമത്തെ സയ്യിദിന്റെ മഅനയിലുണ്ട്. ഇതാണ്. അപ്പോൾ ജുംലയിലുള്ള ലഫ്ളിയാ തൈക്കീദ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ജുംലയിലുള്ള മഅന രണ്ടാമത്തെ ജുംലയിൽ ഉണ്ടാവുക എന്നാണ്. മുഫറദിലുള്ള ലഫ്ളിയാ തൈക്കീദ് എന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ ലഫ്ളിനെ ആവർത്തിക്കലാണ്. അപ്പോൾ അവിടെയും മഅനയിൽ ഒന്നാകും. ആ മഅനയിലുള്ള യോജിപ്പ് മാത്രമേ ജുംലയിൽ നോക്കുന്നുള്ളൂ എന്നർത്ഥം. കാരണം ലി കൗനിഹി ഈ ഹുദല്ലിൽ മുത്തഖീൻ ആയതിനു വേണ്ടി മുഖദ്ദിറൻ ലി ദാലിക്കൽ കിതാബു എന്നതിനെ ഒന്ന് ഉറപ്പിക്കുന്നതായതിനു വേണ്ടി. ദാലിക്കൽ കിതാബു ഇത് മാത്രമാണ് പൂർണ്ണമായ കിതാബ്. എന്തിൽ പൂർണ്ണത? ഹിദായത്തിൽ പൂർണ്ണത. അപ്പൊ അത് ഹിദായത്തുള്ള അത് മാർഗദർശനം ഹിദായത്താക്കുന്ന കിതാബാണെന്ന് കിട്ടിയല്ലോ. ആ വായന തന്നെയാണ് ഹുദൻ എന്നതിനുള്ളത്. പിന്നെ
മഅത്തിഫാഖിഹിമ ഈ ദാലിക്കൽ കിതാബു എന്നതും പിന്നെ ലികൗനിഹി ഹുദല്ലിൽ മുത്തഖീൻ ആയതിനു വേണ്ടി, അതായത് ഹുദൻ ആയതിനു വേണ്ടി മുക്കർറിറൻ ലി ദാലിക്കൽ കിതാബു ദാലിക്കൽ കിതാബിനെ ഉറപ്പിക്കുന്നതായി മഅത്തിഫാഖിഹിമ ഫിൽ മഅന മഅനയിൽ യോജിക്കലോടുകൂടെ ബിഖിലാഫി ലാ റൈബ ഫീഹി ലാ റൈബ ഫീഹിക്കെതിര് ഫഇന്നഹു യുഖാലിഫുഹു ലാ റൈബ ഫീഹി ദാലിക്കൽ കിതാബിനോട് എതിരാണ് മഅനൻ മഅനയിലെതിരാണ്. അതുകൊണ്ടാണ് അത് മഅനവിയാ തൈക്കീദായത്. പിന്നെന്താ ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നൊരു തജവ്വുസിന്റെ തവഹുമ് ഉണ്ട്. ആ തവഹുമിനെ ദഫ് ചെയ്തു ലാ റൈബ ഫീഹി. അതുകൊണ്ട് അത് മഅനവിയാ തൈക്കീദായി. ഇവിടെ ലഫ്ളിയാ തൈക്കീദായി. മഅനയിൽ എതിരാണ് ഒന്നാമത്തത്. ഏത്? ലാ റൈബ ഫീഹി മഅനയിൽ എതിരാണ്. ഇവിടെ മഅനയിൽ യോജിപ്പുണ്ട്. അപ്പൊ ജുംലകൾ തമ്മിൽ മഅനവിയാ തൈക്കീദും ലഫ്ളിയാ തൈക്കീദും മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ജുംലയെ രണ്ടാമത്തെ ജുംല എന്തു ചെയ്യുന്നു? ഒന്നാമത്തെ ജുംലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തജവ്വുസ് വലത്ത് എന്ന തവഹുമിലെ ദഫ് ചെയ്യും രണ്ടാമത്തെ ജുംല. അവിടെ മഅനയിൽ എതിരുണ്ടാകും. അതാണ് മഅനവിയാ തൈക്കീദ്. ലഫ്ളിയാ തൈക്കീദ് എന്ന് പറഞ്ഞാലോ ഒന്നാമത്തെ ജുംലയിലുള്ള അതേ മഅന രണ്ടാമത്തെ ജുംലയിലും ഉണ്ടാവുക. ഇങ്ങനെ ഒന്നാമത്തെ ജുംലക്ക് രണ്ടാമത്തെ ജുംല മുഅക്കിദാവുമ്പോൾ അവിടെ കമാലിൽ ഇത്തിസാൽ ഉണ്ടാകും. അത് മഅനവിയാ തൈക്കീദാവട്ടെ ലഫ്ളിയാ തൈക്കീദാവട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നെ ഔലി കൗനിൽ ജുംലത്തി സാനിയത്തി അല്ലെങ്കിൽ രണ്ടാമത്തെ ജുംല ആയതിനു വേണ്ടി ബദലൻ മിൻഹ ഐ മിനൽ ഊല ഒന്നാമത്തതിൽ നിന്ന് ബദലായതിനു വേണ്ടി അപ്പോഴും എന്തുണ്ടാവും? കമാലുൽ ഇത്തിസാൽ ഉണ്ടാവും. ഇപ്പോൾ കമാലുൽ ഇത്തിസാല് ഒന്നാമത്തതിനെ രണ്ടാമത്തത് തൈക്കീദ് ചെയ്യുന്നതാവുക, മുഅക്കിദത്താവുക. അത് ലഫ്ളിയാ തൈക്കീദാവട്ടെ മഅനവിയാ തൈക്കീദാവട്ടെ. അല്ലെങ്കിൽ എന്താണ്? രണ്ടാമത്തെ ജുംല ഔലി കൗനിൽ ജുംലത്തി സാനിയത്തി രണ്ടാമത്തെ ജുംല ആയതിനു വേണ്ടി ബദലം മിൻഹ ഐ മിനൽ ഊല ഒന്നാമത്തതിൽ നിന്ന് ബദലായതിനു വേണ്ടി. കാനലി അന്നഹ അയ്യൽ ഊല ഒന്നാമത്തത് ഗൈറു വാഫിയത്തിൻ ബി തമാമിൽ മുറാദി മുറാദിന്റെ തമാമിനെ പൂർത്തിയാക്കി വീട്ടാത്തതാണ്. ഒന്നാമത്തെ ജുംല കൊണ്ട് മുറാദ് താമാവുകയില്ല. അതാണ് ഒന്നാമത്തെ ജുംല കൊണ്ട് മുറാദ് താമാവുകയില്ല. അതുകൊണ്ടാണ് ബദലിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ജുംല ഗൈറു വാഫിയത്തും ബി തമാമിൽ മുറാദി മുറാദിന്റെ തമാമു കൊണ്ട് മുറാദിനെ പൂർത്തിയാക്കലിനെ, അതെ പൂർണ്ണമായ മുറാദിനെ അത് വീട്ടുന്നതല്ല. ഗൈറു വാഫിയത്തിൻ അത് വീട്ടുന്നതല്ല ബി തമാമിൽ മുറാദി മുറാദിന്റെ തമാമിനെ പൂർത്തിയാക്കി വീട്ടുന്നതല്ല. ഔക ഗൈരിൽ വാഫിയത്തി അല്ലെങ്കിൽ വാഫിയത്താണെങ്കിലും വാഫിയത്തല്ലാത്തത് പോലെയാണ്. തമാമുൽ മുറാദിനെ അത് പൂർത്തിയാക്കി വീട്ടുന്നുണ്ട്, പക്ഷേ വീട്ടാത്തത് പോലെയാണ്. ഒന്നിരിക്കൽ ഗൈറു വാഫിയത്താവുക അല്ലെങ്കിൽ വാഫിയത്തല്ലാത്തത് പോലെയാവുക. ചെറിയ എന്തെങ്കിലും ഒരു ഖുസൂർ ഉള്ളത് കൊണ്ടാണത്. ഹൈസ് യക്കൂനു ഫിൽ വഫായി ഒന്നാമത്തത് മുറാദിനെ വീട്ടുന്നതിൽ ആയതിനു വേണ്ടി ഖുസൂറുമ്മാ എന്തോ ഒരു തരം ഒരു ഖുസൂർ ഔ ഖഫാഉൻ അല്ലെങ്കിൽ അവ്യക്തത. ബിഖിലാഫി സാനിയത്തി രണ്ടാമത്തെ ജുംലക്കെതിര് അതോ ഫഇന്നഹ രണ്ടാമത്തെ ജുംല വാഫിയത്തുൻ കമാലൽ വഫാൽ മുറാദിനെ തമാമുൽ മുറാദിനെ പൂർത്തിയാക്കി വീട്ടുന്നതാണ്. കമാലൽ വഫായി പൂർണ്ണമായി പൂർത്തിയാക്കി വീട്ടുന്നതാണ്. ഫഇന്നഹ രണ്ടാമത്തെ ജുംല വാഫിയത്തുൻ അത് തമാമുൽ മുറാദിനെ വീട്ടുന്നതാണ്. കമാലൽ വഫായി പൂർണ്ണമായ വീട്ടുന്നതാണ്. അപ്പോൾ പിന്നെ ഒരു ഇഷ്കാല് ആദ്യം തന്നെ രണ്ടാമത്തെ ജുംലയെ പറഞ്ഞാൽ പോരെ, പിന്നെ മുബദിന് ബിൻഹൂര എന്തിന് പറയുന്നൊരു ചോദ്യം. അതിന് മറുപടി എത്രത്തിൽ ഒൽ മക്കാമു മക്കാമാകുന്നത് യക്തദി
തേടുന്നുണ്ട്. ഇത്തിന അമ്പി ശൈനിഹി ഐ ശൈനിൽ മുറാദി, മുറാദിന്റെ ശൈനിനെ പരിഗണിക്കലിനെ തേടുന്നുണ്ട്. മുറാദിന്റെ ശൈനിനെ പരിഗണിക്കലിനെ തേടാം. അതെന്തിനു വേണ്ടി? ലിനുക്തത്തിൻ, ഒരു ഫായിദക്ക് വേണ്ടി. അപ്പോൾ 2 പ്രാവശ്യം പറയുമ്പോൾ അതിലെ മുറാദിന്റെ ശൈനിനെ ഒരു പരിഗണിക്കൽ വരും. ആദ്യം ഒന്ന് ഇജ്മാലാക്കി പറയാം. മുബദലു മിന്നൂനെ പറയുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാകും, ബദലിനെ പറയുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാകും. അവർ 2 പ്രാവശ്യം പറയലുകൊണ്ട് മുറാദിന്റെ ശൈനിനെ ഒന്ന് പരിഗണിക്കുന്നുണ്ട്, മക്കാം അതിനെ തേടുന്നുണ്ട്. മുറാദിന്റെ ശൈനിനെ പരിഗണിക്കലിന്റെ മക്കാമ് തേടുന്നുണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം പറയുകയാണ്. ഒന്നാമത്തെ പ്രാവശ്യം വൈറു വാഫിയത്താണ്, അല്ലെങ്കിൽ വാഫിയത്ത് വൈറു വാഫിയത്ത് പോലെയാണ്. രണ്ടാമത്തതുകൊണ്ട് അത് പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ ജുമല കൊണ്ട് ഏറെക്കുറെ അങ്ങോട്ട് തിരിയും. അപ്പോൾ ഒന്ന് അവൻ കാതോർക്കും, രണ്ടാമത്തെ ജുമല കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കൗനിഹി, ആ മുറാദാകും പോലെ അയ്യൽ മുറാദി മത്ലൂബം ഫീ നഫ്സിഹി, ഫീ നഫ്സിൽ മുറാദ് മത്ലൂബാണ്. ഫീ നഫ്സിൽ മുറാദ് എന്താണ്? മത്ലൂബാണ്. ഉദാഹരണം പറയും കേട്ടോ. ഫീ നഫ്സിൽ അതെന്താണ്? മത്ലൂബാണ്. അതായത് മത്ലൂബിന്റെ ശൈന് അതിനെ കണക്കിലെടുക്കലാണ് കേട്ടോ. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഔ ഫളീഅൻ, അല്ലെങ്കിൽ മുറാദ് എന്താകും പോലെ ഒരു ദുഷിച്ച കാര്യത്തെ തൻബീഹ് ചെയ്യൽ. ഫളീ ഒരു ദുഷിച്ച കാര്യമാകും പോലെ, ഒരു ഫളാഅത്തുള്ള കാര്യമായി. അപ്പൊ സംഭവത്തെ അവിടുത്തെ മുറാദ് എന്താ? ഈ ദുഷിച്ച കാര്യത്തെ ഒന്ന് ഉണർത്തലാണ്, ആളെ ഒന്ന് നന്നാക്കാൻ വേണ്ടി. ഏതുപോലെ ഒരു പെണ്ണ്, അവള് സിന ചെയ്യും സദക്കയും ചെയ്യും. അവളെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ലാ തജ്മഇ ബൈനൽ അംറൈനി, 2 കാര്യത്തിന്റെ ഇടാനെ നീ ഒരുമിച്ച് കൂട്ടരുത് പെണ്ണെ എന്ന് പറയും. അതുകൊണ്ട് കാര്യം മനസ്സിലായില്ല, മുറാദിനെ പൂർത്തിയാക്കി വീട്ടിയിട്ടില്ല. ഇവളെ പണി എന്താണ്? വ്യഭിചരിക്കുക, സദക്ക, അതിൽ നിന്ന് കിട്ടിയ കാശ് സദക്ക ചെയ്യുക. അപ്പോൾ ലാ തജ്മഇ ബൈനൽ അംറൈനി, 2 കാര്യത്തിന്റെ ഇടാനെ നീ ജമ്മ് ചെയ്യരുത്. അപ്പോ കുറെയൊക്കെ മനസ്സിലായി. 2 കാര്യം ഇവളെന്തോ ചെയ്യുന്നുണ്ട്, അത് ജമ്മ് ചെയ്യരുത് എന്നാണ് ഇപ്പൊ പറഞ്ഞത്. എന്നിട്ട് പറയാ ലാ തസിനി വ തതസദ്ദഖി, എന്തെന്ന് നീ സിന ചെയ്യരുത്, വ തതസദ്ദഖി എന്ന് പറയാ. നീ സദക്ക ചെയ്യുക, നീ സദക്ക ചെയ്യുക. അപ്പോ തതസദ്ദഖി എന്നാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഉദാഹരണത്തിന് ലാ തസിനി വ തതസദ്ദഖീന എന്ന് പറയണം. ഇവിടെ ദസൂക്കിയില് വലാ തതസദ്ദഖ് എന്നാണ്. അപ്പോൾ വലാ തസിനി, നീ സിന ചെയ്യരുത്, വ തതസദ്ദഖീന എന്നാവണം. വ തതസദ്ദഖീന, നീ സദക്ക ചെയ്തോ എന്നാവുക. അല്ലെങ്കിൽ ലാ തസിനി വലാ തതസദ്ദഖീന ആയിക്കോട്ടെ, നീ സിന ചെയ്യരുത് സദക്കയും ചെയ്യരുത് എന്നാവാം. 2 കൂടി ചെയ്യരുത് എന്നർത്ഥം. അതാ നല്ലത്. ലാ തസിനി വലാ തതസദ്ദഖി. അപ്പോൾ എന്തായി? ലാ തജ്മഇ ബൈനൽ അംറൈനി, 2 കാര്യത്തിന്റെ ഇടാനെ നീ ഒരുമിച്ച് കൂട്ടരുത്. എന്നിട്ട് അവിടെ അത്ഫ് ചെയ്യാണ്. എന്ത്? അത്ഫ് ചെയ്യാതെ പറയണം. ലാ തസിനി വലാ തതസദ്ദഖി. വലാ തസിനി എന്നല്ല, ലാ തസിനി വലാ തതസദ്ദഖി, വലാ തതസദ്ദഖി. അവിടെ അത്ഫ് ഉണ്ടാവാം. രണ്ടാമത്തെ ജുംല തമ്മിലുള്ള അത്ഫാണ്. അപ്പോ ലാ തസിനി, നീ സിന ചെയ്യരുത്, വലാ തതസദ്ദഖി, നീ സദക്ക ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ ആവാം.
അപ്പോൾ ലാ തജ്മഈ ബൈനൽ അംറൈനി എന്ന് പറഞ്ഞതുകൊണ്ട് മുറാദ് പൂർണ്ണമല്ല. ഈ രണ്ട് കാര്യം ഏതാണെന്ന് തിരിഞ്ഞിട്ടില്ലല്ലോ. അത് ഒന്നും കൂടി മുറാദിനെ പൂർത്തിയാക്കി വീട്ടി ലാ തസിനി, നീ സിനാ ചെയ്യരുത്, വലാ തതസദ്ദഖി, സദക്ക ചെയ്യുകയും ചെയ്യരുത്, അല്ലെങ്കിൽ വതതസദ്ദഖി, നീ സദക്ക ചെയ്യലോട് കൂടെ എന്നും പറയാം. വതതസദ്ദഖി, നീ സദക്ക ചെയ്യലോട് കൂടെ, അങ്ങനെ ആയിക്കോട്ടെ. ലാ തസിനി, നീ സിനാ ചെയ്യരുത്, വതതസദ്ദഖി, നീ സദക്ക ചെയ്യലോട് കൂടെ, വാവ് മഅന്റെ മാനയാക്കിയിട്ട്. അപ്പോ ലാ തസിനി വലാ തതസദ്ദഖി എന്നുള്ളത് ലാ തജ്മഈ ബൈനൽ അംറൈനി എന്നതിൽ നിന്ന് ബദലാണ്. അവിടെ അത്ഫ് പാടില്ല എന്നാണ് പറഞ്ഞു വന്നത്. കാരണം ഇത് ഒരു മോശമായ കാര്യത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യം പറഞ്ഞത്. അതുകൊണ്ട് ഇവിടുത്തെ മക്കാമ് മുറാദിന്റെ ഇതിനെ കണക്കിലെടുക്കലിനെ തേടുന്നുണ്ട്. മുറാദ് എന്താ? ഈ പെണ്ണിനെ ഇതിൽ നിന്ന് പിന്മാറ്റലാണ് മുറാദ്. അതിനാദ്യം ഇവളോട് എന്ത് പറഞ്ഞു? 2 കാര്യം നീ ചെയ്യരുത് കേട്ടോ. അതായത് സദക്ക ചെയ്യലോടുകൂടെ സിനാ ചെയ്യരുത് എന്ന് 2 പ്രാവശ്യം പറയൽ വന്നു. അതാണ് ഇവിടെ മുബദിൽ മിൻഹൂനെ പറഞ്ഞിട്ട് പിന്നെ ബദലിനെ പറയാനുള്ള കാരണം. മുറാദിന്റെ ഷൈനിനെ കണക്കിലെടുക്കുന്നുണ്ട്. ഔ അജീബൻ, അല്ലെങ്കിൽ എന്താണ് ഈ മുസ്നദല്ല, ഈ മുറാദ് ഒരു പുതുമയുള്ള കാര്യമായതിനു വേണ്ടി. മുറാദ് എന്താണ്? ഒരു പുതുമയുള്ള കാര്യമാണ്. ഏതുപോലെ ഒരാൾ പറഞ്ഞു, കാല സെയ്ദുൻ കൗലൻ, സെയ്ദ് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് കാല അന അസ്തഹ്സിമു ജുന്ദ വഹിദി, എന്തെന്ന് ഞാൻ എന്താണ് അവൻ പറഞ്ഞു, അന അസ്തഹ്സിമുൽ ജുന്ദ വഹിദി, സൈന്യത്തെ ഒറ്റക്ക് ഓടിക്കും. ഒരു അജീബാണല്ലോ, മുത്തക്കല്ലിമിനെ അത്ഭുതപ്പെടുത്തുക. ഒരാൾ എന്ത് പറഞ്ഞു? കാല സെയ്ദുൻ കൗലൻ എന്നത് ഒരു ജുംലയാണ്. അതിൽ നിന്ന് ബദലാണ് കാല സെയ്ദുൻ കൗലൻ, സെയ്ദ് ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് പറയാണ് കാല അന അസ്തഹ്സിമുൽ ജുന്ദ വഹിദി, എന്തെന്നവൻ പറഞ്ഞു, ഞാൻ സൈന്യത്തെ ഒറ്റക്കോടിക്കും. അതൊരു അത്ഭുതമുള്ള കാര്യമാണ്. അപ്പൊ മുഖാത്തബിനെ ഒന്ന് അജബിലാക്കുക. അതുകൊണ്ട് ആ അജബിലാക്കൽ എന്ന ലക്ഷ്യം ഉള്ളതുകൊണ്ട് മുറാദിന്റെ ഷൈനിനെ പ്രത്യേകമായി കണക്കിലെടുക്കലുണ്ട്. അതുകൊണ്ടാണ് ആദ്യം കാല സെയ്ദുൻ കൗലെന്ന് പറഞ്ഞിട്ട് കാല അന അസ്തഹ്സിമുൽ ജുന്ദ വഹിദി എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ മതി, കാല സെയ്ദുൻ അന അസ്തഹ്സിമുൽ ജുന്ദ വഹിദി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാതെ കാല ഫീഹി കൗലൻ, സെയ്ദൊരു കാര്യം പറഞ്ഞു, എന്തെന്ന് കാലവൻ പറഞ്ഞു, അന അസ്തഹ്സിമുൽ ജുന്ദ വഹിദി, ഞാൻ ഒറ്റക്ക് സെയ്ദിനെ എന്താക്കും, സൈന്യത്തെ ഓടിക്കും. അവിടെയും രണ്ടാമത്തത് ഒന്നാമത്തിൽ നിന്ന് ബദലാണ്. ഏതാ ഒന്നാമത്തത്? കാല സെയ്ദുൻ കൗലൻ എന്നുള്ളത്. അത് മുഖ്തസിന്റെ വക്കിൽ നോക്കിയാൽ കാണും. 8ാം നമ്പറാണത്. പിന്നെ ഔ ലത്തീഫൻ, അല്ലെങ്കിൽ മുറാദ്. അപ്പൊ മുറാദ് ഫീ നഫ്സിൽ മത്ലൂബായി, അതിന് ആയത്തിൽ ഉദാഹരണം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മോശമായ കാര്യമായി മുറാദ്, ആ ഫലാഅത്തിനെ ഒന്ന് തംബീഹ് ചെയ്യലാണ്, അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി. അല്ലെങ്കിൽ അത്ഭുതമുള്ളതായി. ഔ ലത്തീഫൻ, അല്ലെങ്കിൽ ഈ മുറാദ് കൗതുകമുള്ളതായി, ഒരു കൗതുകമുള്ളതാവുക. ഇതുപോലെ സെയ്ദ്, നീ സെയ്ദിനെ കണ്ടു. ആ സെയ്ദിന്റെ അവസ്ഥ എന്താണ്? കൽബ് നല്ല ദിക്കത്തുള്ള ആളും നല്ല നടപടിക്കാരനുമാണ്. അപ്പോൾ ഒരാൾ പറയാണ് സെയ്ദുൻ ജമഅ ബൈന അംറൈനി, അതാണ് ഒരു ജുംല. സെയ്ദുൻ ജമഅ ബൈന അംറൈനി, 2 കാര്യത്തിന്റെ ഇടാനെ ജമ്മു ചെയ്തു. എന്തെന്ന്? ജമഅ ബൈന ദിക്കത്തിൽ കൽബി വ ഹുസ്നി സീറത്തി, ദിക്കത്തുൽ കൽബിന്റെ ഇടാനെയും ഹുസ്നു സീറത്ത് നല്ല നടപടിയുടെ ഇടാനെയും ഒരുമിച്ച് കൂട്ടി. ദിക്കത്തുൽ കൽബും മദ്ഹാണ്, ഹുസ്നു സീറത്തും മദ്ഹാണ്. അതൊരു കൗതുകമുള്ള വാക്കാണത്.
അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ബദലാക്കിയത്. കാരണം 2 പ്രാവശ്യം പറയലുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു. എന്ത്? ജമാ സെയ്ദും ബൈന അംറൈനി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറെയൊക്കെ മനസ്സിലായല്ലോ. സെയ്ദ് നല്ല 2 കാര്യം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അതൊരു മുജ്മലാണ്. ആ 2 കാര്യം ഏതും ആവാം. അപ്പൊ കേൾക്കുന്ന ആൾ ഏതാപ്പ ഈ 2 കാര്യം? സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോൾ അവൻ കേൾക്കുകയാണ് ജമാ ബൈന റിക്കത്തിൽ കൽബി വ ഹുസ്നി സീറത്തി. ദിക്കത്തിൽ കൽബിന്റെ എടാനെയും ഹുസ്നു സീറത്തിന്റെ എടാനെയും ജമ്മു ചെയ്തു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താകും? ബദലാക്കി കൊണ്ടുവരും. അവിടെ അർത്ഥം ചെയ്യാൻ പറ്റൂല. ഫതുനസ്സലു സാനിയത്തു. അവ രണ്ടാമത്തേന് ഇറക്കപ്പെടും. മിനല്ലൂല ഒന്നാമത്തതിലേക്ക് നോക്കിയിട്ട് മൻസിലത്ത ബദലിൽ ബദലിന്റെ സ്ഥാനത്തിറക്കും. അവിൽ ഇസ്തിമാലി ഇസ്തിമാല് ബദലിന്റെ സ്ഥാനത്തിറക്കും. ഫല്ലവ്വലു. അപ്പോ ഒന്നാമത്തത് ബദലിന്റെ സ്ഥാനത്തെടുക്കുന്നത് നെഹവു. ഫല്ലവ്വലു നെഹവു അമദ്ദക്കും ബിമാ തഅലമൂന അമദ്ദക്കും ബി അൻആമിൻ വബനീന വജന്നാത്തിൻ വഉയൂൻ. അല്ലാഹു തആല നിങ്ങളെ സഹായിച്ചു. നിങ്ങൾ അറിയുന്ന കാര്യങ്ങളെ കൊണ്ട് എന്തെന്ന് അമദ്ദക്കും നിങ്ങളെ സഹായിച്ചു? അൻആമുകളെ കൊണ്ടും ബനീന കൊണ്ടും ജന്നാത്തുകളെ കൊണ്ടും ഉയൂനുകളെ കൊണ്ടും സഹായിച്ചു. ഇവിടെ വന്ന മുറാദ് ഫീ നഫ്സിൽ മത്ലൂബാണത്. ഫഇന്നൽ മുറാദ ഇവിടെ ഈ ആയത്തോണ്ടുള്ള മുറാദ് അത്തംബീഹു അലാ നിഅമില്ലാഹി തആല. അല്ലാഹു തആലാന്റെ നിഅമത്തുകളെ ഉണർത്തനാണ്. വൽ മഖാമു എത്രത്തിൽ ഇവിടുത്തെ മഖാമ് യഖ്തദി തേടുന്നുണ്ട് ഇത്തിനാഅം ബിശൈനിഹി. ആ ഉണർത്തലിന്റെ ശൈലിനെ ഒന്ന് പരിഗണിക്കലിനെ. അതുകൊണ്ട് 2 പ്രാവശ്യം പറഞ്ഞു. അമദ്ദക്കും ബിമാ തഅലമൂന എന്ന് പറഞ്ഞു ആദ്യം. എന്താ ശൈലിനെ ഇത്തിനാ ചെയ്യലിനെ തേടുന്നത്? ലി കൗനിഹി മത്ലൂബൻ ഫീ നഫ്സിഹി. ഈ തംബീഹ് ഫീ നഫ്സിൽ അത് മത്ലൂബാണ്. ഫീ നഫ്സിൽ ഇത് മത്ലൂബാണ്. ഇവരെ ഉണർത്തല്. പിന്നെ വദരി ഫീ കൗനി മത്ലൂബൻ ഫീ വദരിഅത്തൻ ഇലാ ഗൈരിഹി. ആ തംബീഹ് അല്ല, ആ മത്ലൂബ് അല്ലാത്തതിലേക്ക് അത് വസീലയുമാണ്. ഫീ നഫ്സിൽ അത് തംബീഹ് ഉണർത്തുമ്പോൾ അത് മുഖേന അവരെന്താകും? തഖ്വയിലേക്ക് എത്തിച്ചേരും. അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിയമത്തുകളെ ഉണർത്തൽ, അതാണ് ഫീ നഫ്സിലൂടെ മത്ലൂബ്. ആ ഉണർത്തലോട് കൂടെ ഇവരെന്താവും? മറ്റൊന്നിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. വസാനി രണ്ടാമത്തത് അഇനി ഖൗലഹു അമദ്ദക്കും ബി അൻആമിൻ വബനീന ഇലാ ആഖിരിഹി വജന്നാത്തിൻ വഉയൂൻ. അത് ഔഫാ ബി തഅദിയത്തിഹി ഐ ബി തഅദിയത്തിൽ മുറാദി. മുറാദിനെ വീട്ടലിനെ പൂർത്തിയാക്കി വീട്ടുന്നതാണ്, ഏറ്റവും പൂർത്തിയാക്കി വീട്ടുന്നതാണ്. ഐ ബി തഅദിയത്തിൽ മുറാദി അല്ലദീ എങ്ങനത്തെ മുറാദ് ഹുവ തംബീഹു, അതാണ് അള്ളാഹിന്റെ നിഅമത്തുകളെ ഉണർത്തല്. കാരണം ലി ദലാലത്തിഹി അയ്യസാനി, രണ്ടാമത്തത് അറിയിച്ചതിന് വേണ്ടി അലൈഹ ഐ അലാ നിഅമില്ലാഹി തആല, അള്ളാഹുവിന്റെ നിഅമത്തുകളെ മേൽ അറിയിച്ചതിന് വേണ്ടി. ബി തഫ്സീലി, തഫ്സീല് കൊണ്ട് അറിയിച്ചതിന് വേണ്ടി. കാരണം രണ്ടാമത്തത് അമദ്ദക്കും ബി അൻആമിൻ വ ബനീന വ ജന്നാത്തിൻ വ ഉയൂൻ എന്ന് തഫ്സീൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. മിൻ ഗൈരി ഇഹാലത്തിൻ അലാ ഇൽമിൽ മുഖാത്തബീന, മുഖാത്തബീങ്ങളുടെ ഇൽമിന്റെ മേൽ ഏൽപ്പിക്കൽ കൂടാതെ. അമദ്ദക്കും ബിമാ തഅലമൂന, നിങ്ങൾ അറിയുന്ന കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ സഹായിച്ചു. എന്താണ് അറിയുന്നതെന്ന് മുഖാത്തബീങ്ങൾ അങ്ങനെ ഏൽപ്പിക്കാതെ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞു. അപ്പോൾ തഫ്സീല് കൊണ്ട് അറിയിച്ചതിന് വേണ്ടി മിൻ ഗൈരി ഇഹാലത്തിൻ അലാ ഇൽമിൽ മുഖാത്തബീന. എങ്ങനത്തെ മുഖാത്തബീങ്ങൾ? അൽ മുആനിദീന, മത്സരവാദികളായ. അപ്പോൾ മുആനിദീങ്ങളായ മുഖാത്തിബീങ്ങളുടെ ഇൽമിന്റെ മേൽ ഏൽപ്പിക്കാതെ തഫ്സീലിയായ നിലക്ക് തന്നെ രണ്ടാമത്തെ ജുംല അള്ളാഹുവിന്റെ നിഅമത്തുകളെ മേൽ അറിയിക്കുന്നുണ്ട്. ഫവിസാനുഹു,
അപ്പോൾ ഈ രണ്ടാമത്തെ ജുംലയുടെ മർത്തബ, അതായത് അമദ്ദക്കും ബി അൻആമിൻ വ ബനീന വ ജന്നാത്തിൻ വ ഉയൂൻ, ആ ജുംലയുടെ മർത്തബ വിസാനു വജുഹുഹു, വജുഹുഹു എന്നതിന്റെ സ്ഥാനമാണ്. ഫി അഅജബനി സൈദുൻ വജുഹുഹു, അഅജബനി സൈദുൻ വജുഹുഹു എന്നതിലുള്ള വജുഹുഹു എന്നതിന്റെ സ്ഥാനമാണ്. കാരണം അഅജബനി സൈദുൻ, സൈദ് എന്നെ അത്ഭുതപ്പെടുത്തി, എന്തെന്ന് അവന്റെ മുഖം എന്നതുപോലെ ഈ വജ്ഹ് എന്നുള്ളത് സൈദിൽ ദാഖിലാണല്ലോ. അപ്പൊ രണ്ടാമത്തത് ഒന്നാമത്തിൽ ദാഖിലാണ്. ആ വജുഹുവിന്റെ സ്ഥാനമാണ് ലി ദുഖൂലി സാനി, അല്ലെ, ലി ദുഖൂലി സാനി, രണ്ടാമത്തെ ജുംലയുടെ മളുമൂന് കടന്നതിന് വേണ്ടി. ലി ദുഖൂലി സാനി. പിന്നെന്താണ് കിതാബിലുള്ളത്? ഫിൽ അവ്വലീന്ന് വേണം. ലി ദുഖൂലി സാനി ഫിൽ അവ്വലി, ഇതിന് ഫീ ഇല്ല, ഫിൽ അവ്വലീന്ന് വേണം. അല്ലെങ്കിൽ അൽ അവ്വല, ഒന്നാമത്തതിൽ കടന്നതിന് വേണ്ടി. ലി അന്ന തഅലമൂന, ലി അന്ന മാ തഅലമൂന, അമദ്ദക്കും ബി മാ തഅലമൂന എന്നത് യശ്മലുൽ അൻആമ, അൻആമിനെ ഷാമിലാക്കും, വ ഗൈറഹ, അൻആം അല്ലാത്തതിനെ ഷാമിലാക്കും. സയ്യിദ് വജ്ഹിനെ ഷാമിലാക്കും പോലെ, സയ്യിദ് വജ്ഹിനെ ഷാമിലാക്കും പോലെ ഇവിടുത്തെ ഒന്നാമത്തെ ജുംല രണ്ടാമത്തെ ജുംലയെ ഷാമിലാക്കും. വസ്സാനി, ഇനി മറ്റൊരു വിഷയം. വസ്സാനി രണ്ടാമത്തത് അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്.